സമയമെടുക്കുന്നതൊക്കെ നമുക്ക് വളരെ പോസിറ്റീവായിട്ടിരിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മള് ലൈഫിൽ എല്ലാവർക്കും സക്സസ് ആവാന് ആഗ്രഹമുണ്ട്. പക്ഷെ മിക്കവാറും ആളുകൾ ആവുന്നില്ല. കാരണം എന്താ വെച്ചാൽ എന്റെ നമ്പർ എന്ന് വരും, അല്ലെങ്കിൽ എനിക്ക് എന്ന് വിജയിക്കാൻ പറ്റും എന്ന്, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, പ്രവർത്തിക്കാതെ ഭാഗ്യത്തെ തേടി നടക്കുകയാണ്. ഭാഗ്യം വന്നോളുന്നുള്ളത്. ഭാഗ്യം എന്ന് പറയുന്നത് ശക്തമായിട്ട് കഠിനമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് എത്തിച്ചേരുന്ന സക്സസ് ആണ് ഭാഗ്യം എന്നറിയും. ഇത് ഭാഗ്യം എന്ന് പറയുന്നത് ഇത് ചെയ്യാതെ പുറത്ത് നിന്ന് കാണുന്ന ആളുകൾ പറയുന്നതാണ്. ഇന്ന ആള് കണ്ടില്ലേ, ഇപ്പൊ അൽതാഫ് സാറ് കണ്ടില്ലേ, ഒരു 4ാം ക്ലാസ് ആ നാട്ടിലെ ഹലുവ പണിക്കാരൻ, അന്ന് കണ്ടില്ലേ 2 നില വീട്, കാറ്, എന്തൊക്കെ സൗകര്യങ്ങള്, അയാളൊക്കെ ഭാഗ്യം നിങ്ങൾ കണ്ടാൽ മതി എന്ന് ചില ആളുകൾ പറയും. അതൊക്കെ ഒരു ഭാഗ്യാണേ പറയും. പക്ഷെ ഇവിടെ പട്ടിയെ പോലെ പഴെടുത്തത് ഈ പറയുന്ന ആളുകൾ എന്ത് ചെയ്യില്ല, കാണുന്നില്ല. മാത്രമല്ല അതിനെ കുറിച്ച് അന്വേഷിക്കാൻ ആളുകൾക്ക് സമയമില്ല. ആളുകളെ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, സക്സസ് ജീവിതത്തിൽ വിജയിച്ച ആളുകളെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും വിജയിച്ച ആളുകൾ പറയുന്നത് വെച്ചാൽ, വിജയിച്ച ആളുകൾ വിജയിക്കുന്നതിന് മുമ്പ് വിജയിച്ച ആളുകളെ കാണുമ്പോൾ അവര് നോക്കുന്നത് വിജയിച്ച ആളുകൾ എന്ത് നേടി അതിനേക്കാൾ ഉപരി നേടാൻ വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളതും അവരുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. ആറ്റിറ്റ്യൂഡ്, മനോഭാവം, അതൊരു വലിയ ഘടകം. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാല്, നമുക്ക് സക്സസ് ആവുക എന്നുള്ളത് എല്ലാവരുടെ ഡ്രീമാണ്, വലിയ ഡ്രീമാണ് സക്സസ് ആവുക എന്നുള്ളത്. പക്ഷെ സക്സസ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ കയ്യിലെത്തണമെങ്കിൽ നല്ല അവസരങ്ങൾ വരണം, ഒന്ന്. രണ്ടാമത്തെ കാര്യം, അവസരങ്ങൾ വന്നാലും അവസരങ്ങളാണെന്ന് തിരിച്ചറിയാൻ സാധിക്കണം. ഇനി രണ്ടാമത്തെ കാര്യം, ഏറ്റവും വലിയ സക്സസ് ഉണ്ടാവുന്നത് ഏറ്റവും വലിയ പ്രോബ്ലംസ് എന്നാണ്. അതായത് ഒരു വലിയ പ്രോബ്ലംസിന്റെ സൊല്യൂഷൻ ആർക്ക് കണ്ടെത്താൻ സാധിക്കുന്നോ അവരാണ് ശരിക്കും ലോകത്ത് സക്സസ് ആയ വ്യക്തികള്. ഇപ്പോ വാഹനം വേണം ആളുകൾക്ക് പോവാൻ എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് വാഹന നിർമ്മാതാക്കൾ തുടക്കത്തിൽ ഹെൻറി ഫോർഡിന്റെ ഒക്കെ സ്റ്റോറി ഇല്ലേ, അദ്ദേഹമൊക്കെ എന്ത് ചെയ്തത്, ഈ നമ്പർ 1 അല്ലെങ്കിൽ കോടാനുകോടി ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ ആളുകൾക്ക് ഇപ്പൊ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ എലോൺ മസ്കിന്റെ ആളെന്ന് വേൾഡിലെ നമ്പർ 1 കോടീശ്വരനാ അല്ലെ. ആൾ ആസ്തി പറയുകയാണെങ്കിൽ ഒരു ദിവസം 12 കോടി വെച്ച് 1200 വർഷം ചെലവഴിച്ചാലേ ആ പാവത്തിന്റെ പൈസ കഴിയുള്ളൂ ഇപ്പത്തെ അവസ്ഥയില്. നിങ്ങൾ ചിന്തിച്ചു നോക്കി. അപ്പൊ അത്രയും സാമ്പത്തികമായിട്ട് വളരെ കഷ്ടപ്പെട്ടാണ് എലോൺ മസ്ക് ജീവിക്കുന്നത്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല്, ഒരു വ്യക്തിയുടെ ആസ്തിയാണ് ഞാൻ ഈ പറയുന്നത്, ഒരു വ്യക്തിയുടെ ആസ്തി. അപ്പൊ ആ വ്യക്തിയുടെ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ന് ജനങ്ങൾക്ക് ഏറ്റവും കുറെ പ്രോബ്ലംസിന് സൊല്യൂഷൻ ഞാൻ ബിസിനസ് രൂപത്തിൽ കണ്ടതുകൊണ്ട് ആണ് എന്ത് ചെയ്തത്, പണക്കാരനായത്, പൈസക്കാരനായത് പറയും. അപ്പൊ നമ്മൾ മനസ്സിലാക്കി. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. റെഡ് ബസ് ഒരു ആപ്ലിക്കേഷനാണ് റെഡ് ബസ് എന്ന് പറയും. അതായത് വണ്ടികൾ, ബസ്സുകളൊക്കെ ബുക്ക് ചെയ്യാൻ കറക്റ്റ് സമയത്ത് ബുക്ക് ചെയ്യാനും ഏതൊക്കെ സമയത്താണ് ഉള്ളത് അറിയാനും അങ്ങനെ കുറെ കാര്യങ്ങളാണ് റെഡ് ബസ് തരുന്നത്. ഈ റെഡ് ബസ് ഇന്ന് ഒരു 10,000 കോടിക്ക് മുകളിൽ ചുരുങ്ങിയ 5-8 വർഷത്തിന് താഴെയായിട്ട് ആസ്തിയുള്ള ഒരു കമ്പനി, ഒരു പ്ലാറ്റ്ഫോം ആയിട്ട്, ആപ്ലിക്കേഷൻ ആയിട്ട് മാറി. അത് മാറാനുള്ള കാരണം റെഡ് ബസിന്റെ ഓണർ ബസ് കാത്തുനിന്നപ്പോ കുറെ സമയം നിന്നിട്ടും ബസ് എപ്പോഴാണ് വരുന്ന അറിയുന്നില്ല. അപ്പൊ ആൾക്ക് മനസ്സിലായി അതൊരു വലിയ സാധ്യതയാണ്, ആളുകൾക്ക് ബസ് എപ്പോഴാണ് വരുന്നതെന്ന് അറിയാൻ സാധിക്കുന്നില്ല. അപ്പൊ അതിനൊരു ആപ്ലിക്കേഷൻ തുടങ്ങാം. ഓയോ റൂംസിന്റെ അഗർവാള് അയാളുടെ സ്റ്റോറിക്കകത്തുണ്ട്. ആളൊരു സ്ഥലത്ത് താമസിക്കാൻ ചെന്നു, ഒരു റൂം എടുത്തിരുന്നു. അപ്പൊ അത് അയാൾ പറയുന്നുണ്ട്, അയാളെടുത്ത ഒരു ടൗണിൽ തന്നെയാണ് ആള് ആ റൂം എടുത്ത് ഒരു ഇന്റർവ്യൂവിന് എന്തോ ഒരു കമ്പനിയുടെ ജോലിക്കും ഇന്റർവ്യൂവിന് എന്തോ തന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സ്റ്റോറിയിൽ പറയുന്നത്, ആള് ഇന്റർവ്യൂവിന് പോയപ്പോ ആ റൂം എടുത്തപ്പോ അതിനേക്കാളും ഒരു 40% വിലക്കുറവിൽ കുറച്ച് ഉള്ളോട്ട് മാറി നല്ല ഫെസിലിറ്റി, ഇതിന് പുള്ളിക്കാരെടുത്തതിനേക്കാളും നല്ല ഫെസിലിറ്റി ഉള്ള ഒരു റൂം ആൾക്ക് അപ്പൊ കണ്ടു. അപ്പൊ അത് മനസ്സിലാക്കി, ഇങ്ങനെ ഉള്ളോട്ടും എന്ത് ചെയ്യുന്നുണ്ട്, റൂമുകളുണ്ട്. മാത്രമല്ല ആളുകൾക്ക് മുൻകൂട്ടി അവിടെ എത്താതെ അത് ബുക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യം, അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് വലിയൊരു അവസരമുണ്ട്, ചാൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കി ഓയോ റൂംസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ തുടങ്ങി. ഇന്ന് ചിന്തിച്ചുക 10-15-20 കോടിക്ക് മുകളിലാണ് ഒരു 10 വർഷത്തിന് താഴെയായിട്ട് ഈ ഓയോ റൂംസിന്റെ ആസ്തി, ടേൺ ഓവർ കോടികൾ ഉണ്ടാക്കിയത്. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല്, ജീവിതത്തിൽ വിജയിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും ആഗ്രഹമാണ്. അപ്പൊ നമുക്കറിയാം ഇന്ന് ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങളാണ് എന്താ, ഒന്ന് ഹെൽത്ത്, രണ്ടാമത്തെ എന്താണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നല്ലൊരു വെൽത്ത് ഉണ്ടാക്കാനുള്ളൊരു മേഖല. നമ്മൾ പലപ്പോഴും അത് നമ്മൾ ചെയ്യുന്ന ഈ ബിസിനസിന്റെ സാധ്യത
നാട്ടുകാർക്ക് വ്യക്തമായിട്ട് അറിയില്ല. നമ്മളിലൂടെയാണ് അറിയാം. ഇത് പറഞ്ഞു കൊടുക്കേണ്ട നമുക്ക് തന്നെ ഇത് വ്യക്തമായൊരു ധാരണ ഇല്ലാത്തത് കൊണ്ടാണ് നാട്ടുകാർക്ക് എന്ത് വ്യക്തമായൊരു ധാരണ ഇല്ലാത്തത്. അപ്പോ സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ ചെയ്യുന്ന ഇൻഡസ്ട്രിയുടെ സ്കോപ്പ്, ഫ്യൂച്ചർ, ഹോപ്പ് ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വേണം നമ്മൾ ചെയ്യാൻ. ഇന്ന് നിങ്ങൾ എന്ത് നോക്കൂ, ഹെൽത്ത് എന്ന് പറയുന്നത് ഇപ്പോ ഓരോ ഗവൺമെന്റ് റിപ്പോർട്ടുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ ഇൻഡസ്ട്രി, നമ്മൾ ചെയ്യുന്ന ഈ ഒരു ബിസിനസ്, നിങ്ങൾ നേരം വെളുക്കും രാവിലെ തന്നെ ബാഗ് എടുക്കുന്നു, ചാമ്പിത്തൽ എടുക്കുന്നു, മുട്ടുവേനുണ്ടോ ഊരുവേനാണ് നടക്കുന്ന ഒരു ബിസിനസ് അല്ലത്. അത് ചെയ്തോ കുഴപ്പമില്ല, പക്ഷെ അതല്ല. നമ്മൾ ഈ ബിസിനസിന്റെ ഒരു സ്കോപ്പ്, സാധ്യത നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് ഗവൺമെന്റ് റിപ്പോർട്ടുകൾ അറിയാലോ, ക്യാൻസറിന് കഴിഞ്ഞ വർഷത്തേക്കാളും ക്യാൻസറിന് 13% വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ഏത് ക്യാൻസർ എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അതുപോലെ തന്നെ അതായത് കാർഡിയാക് അറസ്റ്റ്, ഹാർട്ട് ഡിസീസ്, നിങ്ങൾ ഒന്ന് ജസ്റ്റ് യൂട്യൂബ് ചെയ്ത് നോക്കൂ. ഹാർട്ട് ഡിസീസ് കഴിഞ്ഞ വർഷത്തിനേക്കാളും 19% വർധനവ്. അതായത് നമ്മളെ നാട് വലിയ രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസ്, ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുക. ഇത് നമ്മൾ മനസ്സിലാക്കാതിരിക്കരുത്. മനസ്സിലാക്കാതിരിക്കരുത്. അപ്പൊ അത്രയും നമ്മള് ഹെൽത്ത് ഇഷ്യൂസ്, ഹെൽത്ത് ചാലഞ്ചസിലേക്ക് എന്ത് ചെയ്യുക, നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം എന്ന് പറയും. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നമ്മളെ ഈ ഒരു ബിസിനസിന്റെ സാധ്യത എന്ന് പറഞ്ഞാൽ ഈ ഒരു 17% ഈ വർഷം കൂടുതൽ ആണെങ്കിൽ നമ്മൾ ശക്തമായിട്ട് വർക്ക് ചെയ്താൽ അടുത്ത വർഷം പുതിയൊരു കണക്ക് വരും. 17% എന്ത് ചെയ്യാന്, ക്യാൻസറിന്റെ സാധ്യത കുറഞ്ഞു വരുന്നു. എന്ത് ചെയ്യുന്നു, നമ്മുടെ ഫുഡ് സപ്ലിമെന്റിലൂടെ എന്നൊരു വാർത്ത വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. അതൊരു ബിസിനസ് സാധ്യതയാണ്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, നമ്മളുടെ ബിസിനസിന്റെ സ്കോപ്പ്. അപ്പോ ഒരു വലിയ പ്രോബ്ലമാണ് ഇന്ന് സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രോബ്ലമാണ് എന്ത്, ഹെൽത്ത് ചാലഞ്ചസ് അല്ലെ. ക്യാൻസർ, കാർഡിയാക് അറ്റാക്കുകൾ, കാർഡിയാക് അറസ്റ്റ് കാര്യങ്ങള്, ഹാർട്ട് ഡിസീസ്, അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, ലൈഫ് സ്റ്റൈൽ ഡിസീസ് മൊത്തം, അതായത് ഒബീസിറ്റി, അങ്ങനെ കുറെ ഡിസീസസ്. അപ്പൊ ഇതൊരു വലിയ പ്രോബ്ലം ആണ്. നമ്മൾ മനസ്സിലാക്കുക, ഇതൊരു വലിയ പ്രോബ്ലം ആണ്. അപ്പൊ ഈ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ പരിഹാരമായിട്ട് ആരിറങ്ങുന്നോ അവരാണ് ഇനി പണം ഉണ്ടാക്കാൻ പോകുന്നത്. അതാണ് പോൾസൺ പിൽസർ പറഞ്ഞത്. എന്ത്, അതായത് വെൽനെസ് ഇൻഡസ്ട്രിയാണ് ഇനി അതിവേഗം വളരുന്നതും വെൽനെസ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് ആര് പ്രവർത്തിക്കുന്നു അവരാണ് ഇനി വലിയ കോടികൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പോൾസൺ പിൽസർ, ലോകത്തെ നമ്പർ 1 എക്കണോമിസ്റ്റ് ആണ് പോൾസൺ പിൽസർ, നിങ്ങൾക്ക് അറിയാലോ, അദ്ദേഹം പറഞ്ഞുള്ളത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന എന്താ, നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത് വെൽനെസ് ഇൻഡസ്ട്രിയാണ് അല്ലെ. ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയായ വെൽനെസ് ഇൻഡസ്ട്രിയിലെ എന്താണ് നമ്പർ 1 കമ്പനിയായ മൈ ലൈഫ് സ്റ്റൈൽ നമ്മൾ അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നു. അപ്പോ ഒരു വലിയ, നമ്മളെ നാട് അനുഭവിക്കുന്ന ഒരു വലിയ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സൊല്യൂഷൻ, ആ പരിഹാരം ശക്തമായ രീതിയിൽ നിങ്ങൾ ചെയ്യാൻ തയ്യാറായാൽ നമുക്ക് ഇതിനകത്ത് കൂടുതൽ ഉണ്ടാക്കാം. ഇപ്പൊ കഴിഞ്ഞ GTS നമ്മളൊരു ഗ്രേറ്റ് ലീഡർ വന്നു അല്ലെ, സോമകുമാർ സർ വന്നു. അദ്ദേഹം വാങ്ങുന്ന ഇൻകം അവിടെ സ്ക്രീനിൽ കണ്ടു അല്ലെ. ഓരോ മാസവും 10-30 ലക്ഷം രൂപ ഒരു 7ാം ക്ലാസ്സുകാരനായ ലോറി ഡ്രൈവർ, ലോറിയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തി ഈ ബിസിനസ്സിലൂടെ ചുരുങ്ങിയ സമയം കൊണ്ട് അദ്ദേഹം ഇങ്ങനെ മാസം 19 ലക്ഷം രൂപയോളം വരുമാനം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താ, 2 കാര്യങ്ങൾ അതിനകത്തുള്ളത്. ഒന്ന്, ജനങ്ങൾക്ക് ആവശ്യമാണ് നല്ല ആരോഗ്യം, അതിനൊരു പരിഹാരം. രണ്ടാമത്തെ, ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമാണ് നല്ലൊരു വരുമാനം. നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ പല രീതിയുണ്ട് അല്ലെ. ഒന്നെങ്കിൽ ജോലി ചെയ്യാം, ജോലി ചെയ്ത് വരുമാനം ഉണ്ടാക്കാം, ജോബ്. രണ്ടാമത് നമുക്ക് എന്താണ്, നമുക്ക് സെൽഫ് എംപ്ലോയി, അതായത് നമ്മളെ സ്കിൽ ഉപയോഗിച്ച് വരുമാനം ഉണ്ടാക്കാം. മൂന്നാമത് എന്താണ്, സ്കെയിലബിൾ ബിസിനസ് എന്ന് പറയും. സ്കെയിലബിൾ ബിസിനസ് അത് നമുക്കറിയാം. ഇപ്പോ ഒരു ജോലി, ഇപ്പൊ നമ്മളെ നാട്ടിലെ ജോലിയുടെ അവസ്ഥ നിങ്ങൾ എടുത്തു നോക്കൂ, നമ്മളെ മക്കളുടെ അവസ്ഥ നിങ്ങൾ എടുത്തു നോക്കൂ. അതായത് ഇന്ന് പഠിച്ച, ഞാൻ ഇടയ്ക്ക് മീറ്റിംഗിന് പറയുന്നതാ, ഇന്ന് പഠിച്ച കോഴ്സ് പോലും നാളേക്ക് ഒരു വാല്യൂ ഇല്ല. ഇന്ന് പഠിച്ച കോഴ്സ് നാളേക്ക് ഒരു വാല്യൂ ഇല്ല, ആ കോഴ്സ് നാളെ പ്രാധാന്യമല്ല. ആ രീതിയിലേക്കാണ് അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ മേഖല അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്കറിയാലോ, ഇപ്പോ AI ഓട്ടോമേഷൻ വന്നു. AI ഓട്ടോമേഷൻ വന്നതോടുകൂടി നിരവധി ആൾക്കാർ ജോലി പോയി. ബാങ്കിങ് സെക്ടറിലെ ഒരുപാട് ആൾക്ക് ജോലി പോയി. അതിനേക്കാൾ ഉപരി നമ്മുടെ നാട്ടിലെ കുറെ ആളുകള് ബാംഗ്ലൂർ പോലുള്ള മെട്രോപൊളിറ്റൻ സിറ്റികൾക്കകത്ത് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടും സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയിട്ടും ക്ലൗഡ് എഞ്ചിനീയർ ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എന്റെ റിലേറ്റീവ് ബാങ്കുകൾക്ക് സോഫ്റ്റ്വെയർസ് ഒക്കെ ഉണ്ടാക്കുന്ന, അതിന്റെ അപ്ഡേഷൻ ഒക്കെ നടത്തുന്ന ക്ലൗഡ് എഞ്ചിനീയറാ, അതായത് സോഫ്റ്റ്വെയർ ക്ലൗഡ് എഞ്ചിനീയറാ. അവൻ വർക്ക് ചെയ്യുന്നത് ഇൻഫോസിസിലാ.
അവിടുന്ന് കഴിഞ്ഞ ഒരു വർഷം ഇൻഫോസിസും TCSും ടാറ്റ കോർപ്പറേഷൻ എന്താണ് സർവീസസും TCSും അതുപോലെ തന്നെ ഇൻഫോസിസ് പോലത്തെ സ്ഥാപനങ്ങളൊക്കെ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് പിരിച്ചുവിട്ടത് നിങ്ങൾ മനസ്സിലാക്കുക. അതായത് അവന്റെ സെക്ടറിൽ ക്ലൗഡ് എഞ്ചിനീയർ മേഖല, ക്ലൗഡ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന, സോഫ്റ്റ്വെയർ ക്ലൗഡ് എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്ന അവന്റെ സെക്ടറിൽ നിന്നും പിരിച്ചുവിട്ടത് 10,000-ലധികം ആൾക്കാരെയാണ്. ഒരു 3-4 സ്ഥാപനം. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. എന്നാൽ ഇപ്പോഴും നമ്മൾ നമ്മുടെ മക്കളെ സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആയിട്ടും ക്ലൗഡ് എഞ്ചിനീയർ ആയിട്ടൊക്കെ വേണ്ടി കോഴ്സിന് ഇവിടെ പഠിപ്പിക്കുന്നു. അതായത് ഇവിടെ പല കോഴ്സുകളും പഠിപ്പിക്കുന്നു. ഇത് കഴിഞ്ഞിറങ്ങി പ്രവർത്തിക്കുന്ന ആൾക്കാർ ജോലി ഇപ്പൊ നഷ്ടപ്പെടുന്നുണ്ട്. ഇത് രണ്ടൊരേ സമയം സംഭവിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നത് എനിക്കറിയില്ല. ഒരേ സമയം നമ്മളെ നാട്ടില് ഇത്തരം കോഴ്സുകൾ പഠിപ്പിക്കുന്നു, അതേസമയം ഇത് കഴിഞ്ഞിറങ്ങി ജോലിക്ക് കയറിയ ആൾക്കാർ ജോലി ഇപ്പൊ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇത് രണ്ടും ഒരേ സമയം നമ്മളെ നാട്ടിൽ നടക്കുക, നമ്മൾ അറിയുന്നില്ല. എത്ര ഈ ടെക്കികൾ എന്ന് പറയും, ടെക്കികൾ എന്ന് പറഞ്ഞാൽ ടെക്നോളജി കണക്ട് ചെയ്ത് ബിസിനസ് ചെയ്യുന്ന ജോലി ചെയ്യുന്ന ആൾക്കാര്, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഒക്കെ ആയിട്ട് എത്ര ടെക്കുകളാണ് ആത്മഹത്യ ചെയ്യുന്നത്, എത്ര ടെക്കുകളാണ് ജോലി നഷ്ടപ്പെട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ കാണണം. അതായത് നമ്മളുടെ നാട്ടിൽ അല്ലെങ്കിൽ ഇപ്പോ ഒരു ജോലി എന്ന് പറയുന്നത് കാലക്രമേണ പതുക്കെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവമായിട്ട് മാറുക. പിന്നെ ഏത് ടൈപ്പ് ആൾക്കാർക്ക് ഉണ്ടാകുക, ചിലപ്പോ തെങ്ങ് കയറ്റം അല്ലെങ്കിൽ കൂലിപ്പണിക്ക് പോവാം. അതുപോലെ ഇത്തരം കാലങ്ങൾക്കകത്ത് എന്തുണ്ടാവും, അത് ചിലപ്പോ ഇപ്പോഴും അതിനകത്ത് റോബോട്ട്സും കാര്യങ്ങളൊക്കെ വന്നു. അതിന്റെ ഭാവി എന്താന്ന് പറയാൻ പറ്റില്ല. ക്ലിയർ? അതിന്റെ ഭാവി എന്താ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എന്ന് വെച്ചാല്, അപ്പൊ ഇന്ന് ആളുകൾക്ക് ജോലി എന്ന് പറയുന്നത് അതൊരു വലിയ ചോദ്യം ചിഹ്നമാണ്. കാരണം നമ്മളെ രക്ഷിതാക്കൾക്ക് എന്താണ് നാട്ടിൽ നടക്കുന്നതെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ഇപ്പൊ എന്റെ മീൻസ് മഞ്ചേരി ഒരു പയ്യൻ, മഞ്ചേരി മലപ്പുറം റോഡില് ഇരുമ്പുഴ ഭാഗത്താണ് ഒരു പയ്യനെ ഇപ്പോ ഗൂഗിളിലെ ചെറിയ മിസ്റ്റേക്സുകൾ കാണിച്ചു കൊടുത്ത് വലിയ സംഖ്യ ഗൂഗിളിൽ കൊടുത്തു കഴിഞ്ഞു. പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. അത് എത്രാമത്തെ വയസ്സിലാണ് അവൻ 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിക്കുന്ന പയ്യനാ. എന്നാൽ അവനോട് അവന്റെ രക്ഷിതാക്കൾ പറഞ്ഞ് ഫോൺ എടുക്കരുതെന്നാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്ന അറിയാം. അതായത് അവനോട് അവന്റെ രക്ഷിതാക്കൾ പറഞ്ഞ് ഫോൺ തൊട്ടു പോരുന്നതാണ്. പക്ഷെ അങ്ങനെ പറഞ്ഞത് കേൾക്കാതെ അവൻ ഫോൺ ഉപയോഗിച്ച് എന്തൊക്കെയോ ചെയ്ത് പഠിച്ച് എന്തൊക്കെയോ നോക്കി എന്തോ മിസ്റ്റേക്സ് ഗൂഗിളിന്റെ കണ്ടു. അത് ഗൂഗിളിൽ എന്ത് ചെയ്തു, അവൻ അത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ റിലേറ്റീവ് മുഖാന്തരം അത് റിപ്പോർട്ട് ചെയ്ത് ഗൂഗിളിന് മനസ്സിലായി, ഗൂഗിളിന്റെ പ്രശ്നങ്ങൾ മനസ്സിലായി. ആ ഒരു പ്രശ്നം മനസ്സിലായി. ഗൂഗിൾ എന്ത് ചെയ്തു, അവന് നല്ലൊരു പാരിതോഷികം കൊടുത്തു. ഈ ഗൂഗിളും അതുപോലെ തന്നെ ഇത്തരം കമ്പനികളൊക്കെ അത് ചെയ്യും. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, നമ്മളെ രക്ഷിതാക്കൾ ഫോൺ എടുക്കരുത് എന്ന് പറഞ്ഞ അവന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട്, യൂട്യൂബിൽ ഉണ്ടായിരുന്നു, ട്രെൻഡിങ് ആയത്. അവന്റെ വാപ്പയും ഉമ്മയും അവിടെ നിർബന്ധമായിട്ടും പറഞ്ഞ എന്താണ്, ഫോൺ തൊട്ടുപോയ കൊല്ലുന്ന പറഞ്ഞത്. അടിക്കുന്ന ഇതാക്കുന്ന ഫോണ് അലമാര വെച്ച് പൂട്ടി പോല. പക്ഷെ അതിനകത്ത് ഇവൻ ചെയ്തോ സാധ്യത. ഞാൻ പറഞ്ഞില്ല. അപ്പൊ നമ്മളെ നാട്ടിലുള്ള ആളുകൾക്ക് ഇൻഡസ്ട്രി മാറുന്നതോ കാലം മാറുന്നതോ ഒന്നും ഇപ്പോഴും ഒരു ബോധം വെച്ചിട്ടില്ല. അപ്പൊ നമ്മൾ ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് കുറെ നെഗറ്റീവ് കേൾക്കേണ്ടി വരും. കുറെ ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കുറെ നടക്കില്ല, ഇതില്ല മറ്റില്ല മറിച്ചില്ല എന്നോട് പറയും. നിങ്ങൾ കേൾക്കേണ്ടി വരും, ചെയ്യും. പക്ഷെ എന്ത് വേണം, ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമല്ല നിങ്ങൾ ചിന്തിക്കുക. ഇലോൺ മസ്ക് ഇലക്ട്രിക് കാർസ് ഉണ്ടാക്കുന്നതിലേക്ക് ഫോക്കസ് ചെയ്തപ്പോ അന്ന് ആ നാട്ടുകാരും സമൂഹമൊക്കെ പറഞ്ഞു അതിന്റെ ആവശ്യമില്ല. കാരണം എന്താണ്, ഇപ്പൊ ഇഷ്ടം പോലെ എണ്ണയും അതും ഇതൊക്കെ ഉണ്ടല്ലോ, ഇലക്ട്രിക് കാറിന് വലിയ സ്കോപ്പ് ഇല്ല എന്ന് പറഞ്ഞ. പക്ഷെ എന്ത് ചെയ്യും, നിരത്തിൽ നിന്ന് 10 വണ്ടി കണ്ടാൽ 2 ഇപ്പൊ ഇലക്ട്രിക് കാറായിട്ട് മാറി അല്ലേ. ഇനി അടുത്തൊരു കാര്യം, ഇലക്ട്രിക് കാറുകള് വ്യാപകമാകുന്നതോടുകൂടി അടുത്ത 5 കൊല്ലം കൊണ്ട് ലക്ഷക്കണക്കിന് വർക്ക്ഷോപ്പ് മേഖല ആളുകൾ എന്തായാണ് പട്ടിണി നടക്കാൻ പോവാ. അതൊരു വലിയ കാര്യമാണ്. അത് വലിയ മീൻസ് അങ്ങനെ ഒരു വലിയ സംഭവമാണ്. അതൊക്കെ നടക്കാൻ പോവാ. ഇതൊന്നും നമ്മളെ നാട്ടുകാരെ അറിയുന്നില്ല. ഇലക്ട്രിക് കാർസ് വലുതാവുന്നതോടുകൂടി നമ്മുടെ നാട്ടിലെ വർക്ക്ഷോപ്പുകാർ എന്ത് ചെയ്യും, ശരിയല്ലേ? അപ്പൊ നമ്മുടെ നാട്ടിൽ വലിയ ചേഞ്ചസ് വരുന്നുണ്ട്. എല്ലാ മേഖലയിലും ചേഞ്ചസ് വരുന്നു. പക്ഷെ നമ്മളെ നാട്ടിലെ ആളുകൾക്ക് ഈ ചേഞ്ചസിനെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല. എങ്ങനെ ഉൾക്കൊള്ളാൻ എന്നറിയോ, വരുന്നതിന് മുൻപ് ഇങ്ങനൊരു ചേഞ്ചസ് വരും എന്നത് കണ്ടറിഞ്ഞൊരു സൊല്യൂഷൻ നമ്മളെ നാട്ടിൽ ആർക്കില്ല. അല്ലെങ്കിൽ വരുന്നതിന് മുമ്പേ ഇത് മനസ്സിലാക്കാൻ സാധിക്കില്ല. വന്നു കഴിഞ്ഞ് ഇത് വന്നു കഴിഞ്ഞ് വലിയ വിപത്തായി മാറുമ്പോഴാണ് പിന്നെ ചർച്ചകൾ തുടങ്ങുക. TV യിലായാലും ആളുകൾക്കായാലും ചർച്ചകൾ തുടങ്ങുന്നത് അങ്ങനെയാണ്.
ഓക്കെ, ചർച്ചകൾ തുടങ്ങുന്നത് അങ്ങനെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എന്ന് വെച്ചാല് നമ്മളെ ഈ ഇൻഡസ്ട്രി, ഡയറക്ട് സെല്ലിംഗ് എന്ന് പറഞ്ഞ ഇൻഡസ്ട്രിയും വെൽനസ് എന്ന് പറഞ്ഞ ഇൻഡസ്ട്രിയും ഇത് രണ്ടും കണക്ട് ചെയ്തിട്ടുള്ള നമ്മളുടെ ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഇതിന്റെ സ്കോപ്പ്, ഫ്യൂച്ചർ ഇത് നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കി തന്നെ എന്ത് ചെയ്യണം, ഈ ബിസിനസ് സീരിയസ് ആയിട്ട് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വേണ്ട രീതിയിലുള്ള ഒരു ഡെവലപ്മെന്റ്സ് നമുക്ക് ഉണ്ടാവില്ല. പലപ്പോഴും ഈ ബിസിനസ്സിനകത്ത് ചെയ്യുന്ന ആളുകള് പരാജയപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് എന്താ വെച്ചാൽ ഇൻസ്റ്റന്റ് മണിയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഇൻസ്റ്റന്റ് മണി, അതായത് ഇപ്പൊ എന്ത് കിട്ടും, ഇതാണ് പെട്ടെന്ന് എന്ത് കിട്ടും എന്നുള്ളത് മാത്രമാണ് എന്ത് ചെയ്യുന്നത് അവര് ചിന്തിക്കുന്നത്. ഇൻസ്റ്റന്റ് മണിക്ക് ഈ ഏർപ്പാട് പറ്റൂല. ഇത് ഒരു 2-3 കൊല്ലം എന്തായാലും വർക്ക് ചെയ്യണം. അപ്പൊ എനിക്കറിയാം, ഇപ്പൊ ഈ നമ്മളെ ബിസിനസ്സിനകത്ത് വന്ന പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട്. ഇൻസ്റ്റന്റ് മണി ഇതിനകത്ത് വന്നു, ഒരു 3-4 മാസം വർക്ക് ചെയ്തു. അപ്പോഴേക്കും എന്ത് ചെയ്യാണ്, 3-4 മാസം വർക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ബിസിനസ് ചെയ്യുന്ന ആളാണ്, നെറ്റ്വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുള്ള ഒരു പേരും പെരുമൊക്കെ നാട്ടിൽ വന്നു. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളെ തേടി എന്ത് ചെയ്യും, ഈ ഇന്ന് പെട്ടെന്ന് റിച്ച് ആക്കാനുള്ള പെട്ടെന്ന് റിച്ച് ആക്കാനുള്ള കുറെ സാധനങ്ങൾ നാട്ടിലുണ്ടല്ലോ. അപ്പോഴേക്ക് എന്ത് ചെയ്യുക, കോയിൻ വരും, അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഡോളർ വരും. അപ്പോഴേക്ക് എന്ത് ചെയ്യാണ്, അങ്ങനെ കുറെ സാധനം പെട്ടെന്ന് നമ്മൾ തേടിയെത്തും. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, എത്ര ലിസ്റ്റ്, അതായത് ഇപ്പൊ ഒരു കോയിന് 80 പൈസയുള്ളൂ. അത് അടുത്ത വർഷം അത് എന്താ ലിസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ $1 ആവും. അപ്പോ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാണ്, ഒരു കോയിൻ $1 എന്നാല് ₹1 100 ആവട്ടാ. അപ്പോ 1 ലക്ഷത്തിന് നിങ്ങൾ ഇപ്പൊ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ 1 കൊല്ലം കൊണ്ട് 1 കോടി ഇന്നൊക്കെ പറഞ്ഞ് എത്ര ആളുകൾ നമ്മളെ സമീപിക്കും. നിങ്ങളെ സമീപിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ടീമിനെ സമീപിച്ചിട്ടുണ്ടാവും, എന്നെയും സമീപിച്ചിട്ടുണ്ട്. അതായത് അത് നമ്മളെ സമീപിക്കുള്ളൂ. കാരണം എന്താ, നമ്മൾ നെറ്റ്വർക്ക് ചെയ്യുന്ന ആൾക്കാരല്ലേ. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞ പല ആൾക്കാരും നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളെ ബിസിനസ്സിനകത്ത് തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ പല ആൾക്കാരും. എന്നിട്ട് അവർ പെട്ടെന്ന് റിച്ച് ആവാൻ വേണ്ടിട്ട് പോയതാ. അവരാദ്യം എന്ത് ചെയ്യുന്നു, 2 പേരെ ഇതേമാതിരി ജോയിൻ ചെയ്യിപ്പിക്കും. 1 ലക്ഷം ചെയ്ത് കഴിഞ്ഞാൽ 2 ചെയ്ത് 20,000 റെഫറൽ ബോണസ് 20%, അപ്പൊ 20,000. ഓർഗോൺ 2 സൈഡിലും കൂടി വന്നു കഴിഞ്ഞാൽ അതിന്റെ 20% 40,000. അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, പിന്നെ അവർക്ക് കിട്ടുന്ന ഇൻകത്തിന്റെ 2%, ഇങ്ങനെ 2-3% ഇങ്ങനെ പറഞ്ഞ് നമ്മളെ എന്ത് ചെയ്യാണ്, ഇതാണ് ടെക്നോളജി എന്നൊക്കെ പറഞ്ഞ് ജോയിൻ ചെയ്യിപ്പിച്ചു പോകും. എന്ന് ചോദിക്കേ, പേഴ്സണൽ ജോയിൻ 4 പേര് ജോയിൻ ചെയ്യിപ്പിക്കുമ്പോ അവരെ പൈസയിൽ നിന്ന് കുറച്ച് കിട്ടും. അപ്പൊ സ്റ്റാറ്റസ് ടുഡേ ഇൻകം 24,000. എന്നിട്ട് എന്ത് ചെയ്യാ, ക്രിപ്റ്റോ കറൻസിയോ അതിന്റെ ഒരു പേരും അതിന്റെ ഒരു സാധനം ഇട്ടിട്ട് എന്ത് ചെയ്യും, ഫോട്ടോ വരും. അപ്പൊ നമ്മളിവിടെ 6 മാസമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ആ മാസം കിട്ടിയിട്ടില്ല 24,000 രൂപ. അപ്പോഴാണ് ഡെയിലി കിട്ടുന്നത് 20,000 രൂപ, 24,000 രൂപ. ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യാ, നമ്മൾ ചിന്ത തുടങ്ങും. പിന്നത്തെ ആഴ്ചയിൽ കാണാം, എന്താണ് സൂപ്പർ സ്റ്റാർ എന്താ ചെയ്യാണ്, ക്രിപ്റ്റോ അച്ചീവർ എന്ന പറഞ്ഞ പേരും ടുഡേ ഇൻകം. പിന്നെയാണ് ഗോയിങ് ടു ബാംഗ്ലൂർ, ഗോയിങ് ടു മലേഷ്യ, ഗോയിങ് ടു തായ്ലാൻഡ്, ഇതൊക്കെ കാണും. അത് കഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ കണ്ട പല ആൾക്കാരും, ഞാൻ ഈ ബിസിനസ് ഇങ്ങനെ കണ്ട പല ആൾക്കാർ, അതിലൊന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. നമ്മൾ ടിവിനകത്തൊക്കെ ഭയങ്കര ചർച്ച ചെയ്ത് കുറച്ച് മുമ്പ്, ഇപ്പോഴല്ല, ഒരു 3-4 കൊല്ലം മുമ്പ്. സാറേ അവര് കണ്ടില്ലേ, ആ ഒരു ക്രിപ്റ്റോ കറൻസി ഇന്ന് ഡോളർ അതുപോലെ തന്നെ ഡിജിറ്റൽ കറൻസി ഒക്കെ ലീഗലാണ്. ഡിജിറ്റൽ കറൻസി ലീഗലാണോ ഇല്ലീഗലാണോ അതിനേക്കാളും ഇത് വെച്ച് ബിസിനസ് ചെയ്യാൻ എന്ത് ലീഗലല്ല. ഏത് ഇപ്പൊ നമ്മളെ നാട്ടിലുള്ള 100 രൂപയ്ക്ക് വാല്യൂ ഉണ്ട്, പക്ഷെ 100 രൂപ കച്ചവട വസ്തു അല്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അപ്പൊ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാണ്, ഇത്തരം കാര്യങ്ങള് ചെയ്ത് കഴിഞ്ഞ വർഷം എനിക്ക് എത്രയോ ടീമിനകത്ത് ആൾക്കാർ ആദ്യം ഇത്ര ഇൻകം കാണിക്കും, പിന്നെ റാങ്ക് കാണിക്കും, പിന്നെ ഗോയിങ് ടു മലേഷ്യ കാണിക്കും. ഇപ്പൊ അതിൽ എന്ത് ചെയ്യാണ്, മലേഷ്യയും സിംഗപ്പൂരൊക്കെ പോയിട്ട് അതിശക്തമായിട്ട് എന്ത് ചെയ്യുക, ഈ ഡോളറിന്റെയും ക്രിപ്റ്റോന്റെ ഒക്കെ ബിസിനസ് ചെയ്ത ഒരു ലീഡർ ഇപ്പൊ മഞ്ചേരി ഫെഡറൽ ബാങ്കിന്റെ സെക്യൂരിറ്റിയാ. ഞാൻ പറഞ്ഞ മനസ്സിലായി, മഞ്ചേരി ഫെഡറൽ ബാങ്കിന്റെ സെക്യൂരിറ്റിയാ ആള്. അന്ന് ഈ ബിസിനസ്സിനകത്ത് ഒരു ശക്തമായിട്ട് വർക്ക് ചെയ്യാൻ വിജയിക്കാൻ സാധ്യതയുള്ള ആളായിരുന്നു. ഞാൻ നിങ്ങളോട് പറയാൻ കാരണം എന്താ അറിയോ, നമ്മള് ഈ ഒരു ഇൻഡസ്ട്രി ചെയ്യുമ്പോൾ ഇതിന്റെ സ്കോപ്പും ഫ്യൂച്ചറും മനസ്സിലാക്കി തന്നെ ചെയ്യണം. അങ്ങനെ മനസ്സിലാക്കി ചെയ്യുന്ന ഒരാൾക്ക് ഇതിനകത്ത് ഒരു നെഗറ്റീവ്സ് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ സാധിക്കില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് ഈ ചെടി വളരുന്ന രീതിയിൽ മരം വളരില്ല എന്നുള്ളൊരു ബോധം നമുക്ക് വേണം. ചെടി വളരുന്ന രീതിയിൽ മരം വളരില്ല. ചെടി ചിലപ്പോൾ നിമിഷ നേരം കൊണ്ട് വളർന്നു എന്ത് ചെയ്യും, പൊന്തും എന്ന് വിചാരിക്കാം. പക്ഷെ ഒരു മരം ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ആ രീതിയിൽ വളരാനും ആ രീതിയിൽ എന്ത് ചെയ്യാനും നമുക്ക് വളരാൻ സാധിക്കില്ല. ബിസിനസ് ആണ്, സമയമെടുക്കും. അത് സത്യം തന്നെയാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ ഒരുപാട് സമയം എടുക്കൂല.
സാധാരണ രീതിയിൽ 54-ാമത്തെ വയസ്സ് റിട്ടയർമെന്റ് ചെയ്യുന്ന ഒരാൾക്കാണ് ഒരു ഗവൺമെന്റ് ജോലിക്കകത്ത് എന്തെങ്കിലുമൊക്കെ ഒരു പൈസ കിട്ടുന്നത്, അല്ലെങ്കിൽ പക്ഷെ ഇവിടെ നമ്മൾ എന്ത് മനസ്സിലാക്കുക, ഇതൊരു ബിസിനസ് ആണ്, ഇതിന് സമയമെടുക്കുക മാത്രമല്ല, ഈ ബിസിനസ്സിനെ വിജയിക്കുന്നത് വരെ സമയമെടുത്താലും ക്ഷമയോടുകൂടി ശക്തമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടാക്കിയെടുക്കുന്ന ആളുകൾക്ക് ഈ ബിസിനസ്സിനകത്ത് വിജയിക്കാൻ സാധിക്കുള്ളൂ. നമുക്കറിയാലോ, സിമ്പിൾ സാധനമാണ്. ഇന്ന് ഒരു 3 കുട്ടികളെ പഠിപ്പിക്കാൻ, 2 കുട്ടികളെ പഠിപ്പിക്കാനും അവരെ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ നമുക്കൊരു നല്ലൊരു വീടും ഒരു 2000-3000 സ്ക്വയർ ഫീറ്റ് വീടും അതുപോലെ തന്നെ നമുക്ക് ഒരു നല്ല ലക്ഷറി കാറും പിന്നെ കുട്ടികളുടെ മാരേജും ഇതെല്ലാം കൂടി നോക്കുമ്പോൾ ശരിക്കും നല്ല രീതിയിലാണ് 2-2.5 കോടി രൂപ നമുക്ക് ടോട്ടൽ ചെലവ് വരും. നല്ല രീതിയിൽ നടത്തുകയാണെങ്കിൽ കേട്ടോ, നല്ല രീതി തീരുമാനിക്കുന്നത് ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡാണ്. പക്ഷെ ഞാൻ എന്റെ കാഴ്ചപ്പാട് പറയാം അല്ലേ. നിങ്ങൾ എന്ത് ചോദിക്കേ, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഒരു ജോലിക്കോ പോകണോ ഈ 2.5 കോടി അയാളെ ലൈഫിൽ ഉണ്ടാക്കണമെങ്കിൽ 2.5 കോടി ലൈഫിൽ ഉണ്ടാക്കണമെങ്കിൽ അയാള് 2000 രൂപ വെച്ചിട്ട് ഡെയിലി 2000 രൂപ വെച്ച് മാറ്റി വെച്ച് 47 കൊല്ലത്തോളം അയാൾ വർക്ക് ചെയ്യണം. ഒന്ന് ചിന്തിച്ചു നോക്കി നിങ്ങൾ, 45ന്റെ മുകളിലേക്ക് കൊല്ലം ആള് വർക്ക് ചെയ്യണം. ഈ 45 കൊല്ലം ആവുന്ന സമയത്താണ് 2.5 കോടി ആവുക. ഹലോ, അല്ലാണ്ട് തുടക്കത്തിലല്ല ആവുക. അപ്പൊ ഒരാള് ഈ വരുമാനം ഉണ്ടാക്കുന്ന പ്രായം എത്ര? അതായത് ഒരു 20-25 അല്ലെ. അപ്പൊ 25 × 45 എത്രയായി? 25-ഉം 40-ഉം 65-ഉം ചിന്തിച്ചു നോക്കിയേ. 10-75 വയസ്സിലാണ് ഈ പൈസ ഉണ്ടാകുന്നത്. ഈ പൈസ എന്തുകൊണ്ടാണ് ഈ പൈസ 75-ാമത്തെ വയസ്സിൽ ഉണ്ടായിട്ട് എന്ത് കാര്യമുള്ളത്? അല്ലെങ്കിൽ വേണ്ട 1 കോടി രൂപ നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ ഡെയിലി 1000 വെച്ച് 35 കൊല്ലം അയാളെ എന്ത് ചെയ്യണം? സേവ് ചെയ്യണം. 35 കൊല്ലം സേവ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, 25-ന്റെ 35 70-ാമത്തെ വയസ്സിലെ 1 കോടി ആവുള്ളൂ. അപ്പൊ ഇതൊക്കെ യാഥാർത്ഥ്യ. എന്നാൽ ഈ നമ്മളെ ബിസിനസ്സിനകത്ത് ഒരു 5 വർഷം 6 വർഷം അതിശക്തമായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ മിനിമം 1 കോടി രൂപ ഉണ്ടായിക്കൂടെ? ഒരു ITC പിടിക്കാലോ. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അപ്പോഴേക്കും നമുക്ക് ടീം വളർന്നില്ലേ, ഒരു വലിയ ടീമായില്ലേ. പിന്നീട് ആ 1 കോടി എന്നുള്ളത് 5 വർഷമാണെങ്കിൽ 2.5 വർഷം ഉണ്ടായിക്കൂടെ? ഇന്ന് എന്ത് ചോദിക്കേ, നമ്മളെ മുബീൻ സാറ് ഈ ബിസിനസ്സിനകത്ത് മുബീൻ സാറ് ഒരു മാസത്തെ ഇൻകം ഒരു 1-2 കോടി രൂപയാണ്, 2 കോടി രൂപ അടുത്താണ് ഒരു മാസത്തെ വരുമാനം. അതെന്താ സംഭവിക്കുന്നത്? അതാണ് എക്സ്പെൻഷൻ ഗ്രോത്ത്. അതാണ് ഞാൻ പറഞ്ഞ സ്കെയിലബിൾ ബിസിനസ്. ജോലിയല്ല ഈ ബിസിനസിന്റെ പ്രത്യേകത. 2 കോടി രൂപ അതായത് ഒരു മാസം. അപ്പോ ഒരു സാധാരണ ഒരു ഗസറ്റഡ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ 35 കൊല്ലം കൊണ്ട് ഉണ്ടാക്കുന്ന പൈസയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ ഒരു മാസം കൊണ്ട്, ഒരു മാസത്തിന് താഴെ ആയിട്ട് എന്ത് ചെയ്യും നമ്മളെ ലീഡർ വാങ്ങുന്നത്. അതാണ് ഈ ബിസിനസിന്റെ ഫ്യൂച്ചർ, അല്ലെങ്കിൽ അതാണ് ഈ ബിസിനസിന്റെ സ്കോപ്പ്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആരും നമ്മളെന്ത് ചെയ്യില്ല, അല്ലെങ്കിൽ നമ്മളകത്തുള്ള ഒരാളും വിട്ടുപോകില്ല. രണ്ടാമത് എന്ത് ചെയ്യാണ്, നമ്മളെ കൂടുതൽ ആൾക്ക് ശക്തമായി പ്രവർത്തിക്കാൻ സാധിക്കും. അപ്പൊ ഈ ബിസിനസിന്റെ സാധ്യത, സ്കോപ്പ്, ഫ്യൂച്ചർ നിങ്ങൾ കണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ശക്തമായിട്ട് വർക്ക് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, വിജയിക്കാൻ സാധിക്കില്ല. നമുക്കിതിന് ഞാൻ എപ്പോഴും പറയുന്നതാണ്, ബിസിനസ്സിനകത്ത് ഇതിന്റെ ഒരു ഈ ബിസിനസ്സാണ് സമയമെടുക്കും. പക്ഷെ സമയമെടുത്താലും സമയമെടുക്കുന്ന ഒരുപാട് കാലമല്ല, 4-5 വർഷം എടുത്താലും നമ്മളെ കൂടെയുള്ള ആൾക്കാര് നമ്മളെന്ത് ചെയ്യണം, നമ്മളെ കൂടെയുള്ള ആൾക്കാരാണ് നമ്മളെ വിജയിപ്പിക്കുക. അത് നിങ്ങൾ സീരിയസ് ആയിട്ട് മനസ്സിലാക്കാം. ഈ നെറ്റ്വർക്ക്, ഡയറക്ട് സെല്ലിംഗ്, ഈ ബിസിനസ് എന്താണ്? നമ്മൾ ഒരു ലീഡർ ആവുക, നമ്മൾ ഒരു നോളജ് ഉള്ള പേഴ്സൺ ആയിട്ട് മാറുക, ഒരു ലീഡർ ആവുക, നമ്മളെ ടീമിനെ ഇതേപോലെ ട്രെയിൻ ചെയ്യുക, അവരെ പഠിപ്പിക്കുക, ലീഡർ ആക്കുക, അവരെ ഈ പ്രവൃത്തി ചെയ്യുന്നുണ്ട് എന്ന് എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തുക. ശരിയല്ലേ? ഇങ്ങനെയാണല്ലോ ഈ ബിസിനസ് പോണത്. പലപ്പോഴും ഈ ബിസിനസ്സിനകത്ത് നമ്മൾ പഠിക്കൂല, നമ്മൾ പഠിപ്പിക്കാൻ നടക്കും. നമ്മൾ പഠിക്കൂല, നമ്മൾ ചെയ്യിപ്പിക്കാൻ ലീഡറെ കൊണ്ട് ചെയ്യണം. ലീഡർ വന്നാലേ ശരിയാവുള്ളൂ, സാറ് വന്നാലേ റെഡിയാവുള്ളൂ. സാറാണ് സാറ് വന്നു കഴിഞ്ഞാൽ ഈ എന്ത് ചെയ്യാ, സാറ് പ്ലാൻ കൊടുത്താലുണ്ടല്ലോ അത് വേറെ ലെവലാ. സാറ് വരും. ഇങ്ങനെ എന്ത് ചെയ്യാണ്, ചെയ്യിപ്പിക്കാൻ നമ്മൾ എന്ത് ചെയ്യാണ്, മിടുക്കരാ. ഒന്ന് ചെയ്യിപ്പിക്കാൻ, രണ്ടാമത് എന്ത് ചെയ്യാണ്, ഉപദേശിക്കാൻ. പക്ഷെ ഇത് രണ്ടും നമ്മൾ ചെയ്യില്ല. പഠിക്കൂല, നമ്മൾ എന്ത് ചെയ്യാ, ചെയ്യൂല. ഇതാവരുത്. നമ്മൾ ലീഡർ ആവുക, നമ്മളുടെ ടീമിൽ ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ ലീഡർ ആവാതെ നമുക്ക് താഴെ ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല.
നമ്മൾ ലീഡർ ആവുക, ടീമിൽ ലീഡർഷിപ്പ് ഉണ്ടാക്കുക. ഇത് ഡ്യൂപ്ലിക്കേഷൻ ആണ്. ഈ സാധനം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് പോകണം അല്ലെ. എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യാണ് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ നമ്മൾ തയ്യാറാവുന്നോ അത്രയും പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്ത് വിജയിക്കാൻ സാധിക്കും. ലീഡർഷിപ്പ് വലിയ ഘടക. ഒരു വ്യക്തിയെ നമ്മൾ ജോയിൻ ചെയ്യിപ്പിച്ചാൽ ഒരു വ്യക്തിയെ അല്ല നമ്മൾ ജോയിൻ ചെയ്യുക, ആ വ്യക്തിയിലൂടെ ഒരു പ്രസ്ഥാനത്തെ ഉണ്ടാക്കാനാണ് നോക്കേണ്ടത്. അപ്പൊ അതിനെന്ത് വേണം, നമ്മളെ ലീഡർഷിപ്പ് ബിൽഡ് ചെയ്യല് വലിയ ഘടകം. അതാണ് ഞാൻ പറയാ, നമ്മളെപ്പോഴും പറയില്ലേ ഈ റിലേഷൻഷിപ്പ്, അതായത് റിലേഷൻഷിപ്പ് ആണ് ഈ ബിസിനസിന്റെ ജീവനാഡി. നിങ്ങൾ മനസ്സിലാക്കുക, റിലേഷൻഷിപ്പ്. അതായത് നമുക്കറിയാം ഇന്ന് ഈ ബിസിനസ് മാത്രമാണോ, എല്ലാ ബിസിനസ്സും എന്ത് ചെയ്യാണ്, എല്ലാ ബിസിനസ്സിനകത്തും ഇന്ന് റിലേഷൻഷിപ്പാണ്. നിങ്ങൾ യൂട്യൂബിൽ കണ്ടില്ലേ ഓരോ ടെക്സ്റ്റൈൽസ്, ഓരോ സ്ഥാപനങ്ങള്, ആ സ്ഥാപനത്തിനകത്തുള്ള തൊഴിലാളികളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മുതലായമാര് നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങൾ അതിന് കണ്ടില്ല. ഇപ്പൊ ഒരു ടെക്സ്റ്റൈൽസ് ഭയങ്കരമായി കയറിപ്പോന്നു, ഭയങ്കര കോടികളുടെ ടേൺ ഓവറും കച്ചവടം. ആ ടെക്സ്റ്റൈൽസിന് മിണ്ടാൻ വയ്യാത്ത ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയാണ് ഇപ്പൊ ആ ടെക്സ്റ്റൈൽസിന്റെ മോഡല്. അപ്പൊ നിങ്ങൾ അറിയോന്ന് നിങ്ങൾക്ക് അറിയില്ല അല്ലെ. ചിന്തിച്ചു നോക്കി, അവരെ ടേൺ ഓവർ ഭയങ്കര. കാരണം അവർ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അത് ആ മുതലാളി എന്ന് പറയരുതെന്നാ പറഞ്ഞയാള്. പക്ഷെ നമ്മുടെ നാട്ടിലെ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യാം, മുതലാളിന്നേ പറയാവൂ എന്നേതാ പറഞ്ഞത്. അതേപോലെ തന്നെയാണ് ഈ ബിസിനസ്സിനകത്ത് പല ആൾക്കാരും. ലീഡറാണ് ഞാൻ. ഇത് മനസ്സിലായിക്കോ, ഞാൻ ലീഡറാണ്. ഇന്ന ലെവലിലാണ് ചില ആൾക്കാർ പെരുമാറുന്നത്. ആ വർത്താനം പറയരുത്. എന്ത് ലീഡർ? നമ്മളുടെ പ്രവൃത്തിയാണ് നമുക്ക് ലീഡർഷിപ്പ് കൊണ്ടുതരുന്നത്, വാക്കുകളല്ല. ഞാൻ നിങ്ങളോട് നിങ്ങൾ ലീഡർ നിങ്ങളോട് എന്ത് ചെയ്യാം, ഞാൻ ലീഡറാണെന്ന് പറയുന്നിടത്തല്ല ലീഡർ. നമ്മൾ പറയുന്നിടത്തല്ല ലീഡർ. പകരം എന്താണ്, ഇതാണ് ലീഡർ എന്ന് ടീം പറയുന്നിടത്ത് നമ്മൾ ലീഡർഷിപ്പ് ഉണ്ടാവുക. അല്ലെങ്കിൽ അതാണ് ലീഡർ. ശരിയല്ലേ? കാരണം നമ്മളൊരിക്കലും നമ്മുടെ ടീമിൽ ഞാൻ ലീഡറായിട്ടോ മറക്കരുത്, ഞാൻ എന്റെ ലീഡറായിട്ടോ എന്ന് പറഞ്ഞിടക്കേണ്ട ആവശ്യമില്ല. അത് ശരിക്കും പഴയ മുതലാളിത്ത വ്യവസ്ഥയാണ്. ഏത് ഇതല്ല. ഇത് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യണം. പൊന്നു സുഹൃത്തുക്കളെ, നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യണം. ടീമിന്റെ ഹാപ്പിനെസ് ആണ് ആ വ്യക്തിയെ വിജയിപ്പിക്കുന്നത്. അതല്ലാണ്ട് വേറെ ഒന്നുമല്ല. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, ഇന്നിപ്പോ മുഖ്യമന്ത്രിയാകാൻ പോകുന്ന വ്യക്തി ഒരു ടീമിനെ ബിൽഡ് ചെയ്ത ടീമിന്റെ ഹാപ്പിനെസ് ആണ് മുഖ്യമന്ത്രിയാക്കിയത്. മറ്റ് സമവാക്യങ്ങളും ഗ്രൂപ്പ് സമവാക്യങ്ങളും അതിനകത്തുള്ള ഹോൾഡിങ്സ് ഒക്കെ ഒന്നും അല്ലാണ്ടായില്ലേ. നിങ്ങൾ ചോദിക്കുക, MLA-മാരുടെ കൂടുതൽ സപ്പോർട്ട് വേറെ ആൾക്കാ. ശരിയാണോ അല്ലേ? ഞാൻ രാഷ്ട്രീയം പറയില്ല. ഏറ്റവും കൂടുതൽ MLA-മാരുടെ സപ്പോർട്ട് കിട്ടുന്നത് വേറെ ആൾക്കാ. പക്ഷെ ഒരു മാസ് ടീമിന്റെ ഹാപ്പിനെസ് ഇയാൾക്ക് പോയി. ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യാണ്, ഇപ്പൊ മിനിസ്റ്റർ ആവുന്നു, ചീഫ് മിനിസ്റ്റർ. ഇവിടെ ചിന്തിച്ചു നോക്കി. അപ്പൊ നിങ്ങൾക്കൊരു ടീമുണ്ട്. ആ ടീമിന് നിങ്ങൾ എന്ത് വേണം, ലീഡർഷിപ്പ് ബിൽഡ് ചെയ്യണം. ഒപ്പം അതിനേക്കാളൊക്കെ ഉപരി നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യണം. ഇപ്പൊ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്, വിട്ടുപോകുന്ന ആളുകൾക്ക് സ്വപ്നങ്ങൾ ഇല്ലാത്തതുകൊണ്ടല്ല. അത് ആദ്യം ഞാൻ ഇതിനകത്ത് നിങ്ങളെ കുറിച്ചല്ല പറയുന്നത് കേട്ടോ. അത് ആദ്യം മനസ്സിലാക്കണേ. നിങ്ങളെ കുറിച്ചല്ല പറയുന്നത്, ഞാൻ പുറമേ ഉള്ള കുറെ ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണ്, നമുക്ക് ഒന്ന് മനസ്സിലാക്കിയത് നല്ലതാണോ, സ്വപ്നങ്ങള് ഇല്ലാത്തത് കൊണ്ടല്ല ആൾക്കാർ വിട്ടുപോണത്, വെറുത്തിട്ട് പോവാണ് ചില ആൾക്കാർ. ഞാനൊന്നും വിചാരിച്ചു പറയുന്നതല്ല. സ്വപ്നങ്ങളോ ആഗ്രഹങ്ങളോ ഇല്ലാത്തത് കൊണ്ടല്ല, കൂടെ നിൽക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യാണ്, വിട്ടുപോവാണ്. നമ്മളുടെ ക്യാരക്ടർ, സ്വഭാവം അത് വലിയ ഘടകമാണ് ഈ ബിസിനസ്സിനകത്ത്. റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പഠിക്കാത്ത ഒരു വ്യക്തിക്ക് ഈ ബിസിനസ്സിനകത്ത് ഒരു ചുക്കും ചുണ്ണാമ്പും ഉണ്ടാക്കാൻ പറ്റൂല. ഈ ബിസിനസ് എന്നല്ല, ജീവിതത്തിന് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ നമുക്കറിയാം എല്ലാം. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഇന്ന് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള സോഷ്യൽ മീഡിയക്കകത്ത് ഓരോരുത്തരും വിജയിച്ച ത്രൂ റിലേഷൻഷിപ്പിലാണ്. എല്ലാ മേഖലയും എടുത്തു നോക്ക് നിങ്ങള്. എല്ലാ മേഖലയിലും നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാനും ബന്ധങ്ങളെ പരിപാലിക്കാനും ആ ബന്ധത്തിനെ പൂവിട്ട് പൂജിക്കുന്ന മാതിരിയല്ല, അതിനെ സേഫ് ആയിട്ട് കൊണ്ടു നടക്കാനും പഠിക്കുന്ന ആളുകൾക്ക് ഈ ബിസിനസ് വിജയിക്കാൻ പറ്റും. കാരണം മനുഷ്യന്മാരെ ഹാൻഡിൽ ചെയ്യുന്ന ബിസിനസ് ആണിത്. ഇപ്പൊ നമ്മൾ ചിന്തിക്കുക, മനുഷ്യന്മാരല്ല ഹാൻഡിൽ ചെയ്യുന്നത്, വെറും പ്രൊഡക്റ്റ് മാത്രമാണെങ്കിൽ നമ്മൾ റിലേഷൻഷിപ്പിന്റെ കാര്യം പറയില്ല. പക്ഷെ നമ്മളെ കൂടെ ഉള്ള ആൾക്കാർ എന്നും നമ്മളെ കൂടെ നിൽക്കണം. നമ്മളെ കൂടെ എന്നും നിൽക്കുക എന്ന് മാത്രമല്ല, നിൽക്കുന്ന ആളുകൾക്ക് ഹാപ്പിനെസ് വേണം. അതിനെന്ത് വേണം, വിട്ടുവീഴ്ച നമ്മൾ ചെയ്യേണ്ടി വരും.
വിട്ടുവീഴ്ചകൾ പല നമ്മൾ ചെയ്യേണ്ടത്. വിട്ടുവീഴ്ചകളാണ്, അഡ്ജസ്റ്റ്മെന്റുകളാണ് സ്വാഭാവികമായിട്ട് ഒരു റിലേഷൻഷിപ്പിന്റെ ആധാരം എന്ന് പറയും. ഒരു ബിസിനസിന്റെ ആധാരം അഡ്ജസ്റ്റ്മെന്റുകളാണ്, ആർഗ്യുമെന്റ്സ് അല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാണ്, നമുക്ക് എത്ര കഴിവുണ്ടെങ്കിലും, എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും, എത്ര നോളജ് ഉണ്ടെങ്കിലും, നമ്മൾ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനുള്ള നോളജ് ഉണ്ടാക്കിയെടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ബിസിനസ്സിനകത്ത് വിജയിക്കാൻ സാധിക്കില്ല. റിലേഷൻഷിപ്പാണ് ഈ ബിസിനസ് ഏറ്റവും വലിയ ഘടകം. ഒരു കാരണം ഇപ്പൊ നമ്മളുടെ കൂടെയുള്ള ആളുകളെ, അവരെ നിങ്ങൾ മനസ്സറിഞ്ഞ് സ്നേഹിക്കണോ? വില്ലങ്ങത്തരം കാട്ടിയ പണി വേറെ കൊടുക്കണം. പക്ഷെ എന്നാൽ എന്ത് ചെയ്യാണ്, നമ്മൾ മനസ്സറിഞ്ഞ് സ്നേഹിച്ചു കഴിഞ്ഞാൽ വില്ലങ്ങത്തരം കാട്ടൂലെന്നേ. നമ്മളെ കൂടെയുള്ള ആൾക്കാർ വിജയിക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് അവർക്ക് വേണ്ടി നമ്മളെ എന്ത് ചെയ്യാണ്, സമർപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾക്ക് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വലുത് നമുക്ക് നേടിത്തരും. അതൊരു വലിയ ഘടക. അപ്പൊ നിങ്ങൾ എന്ത് വേണം, നിങ്ങളെ കൂടെയുള്ള ആൾക്കാരെ അച്ചീവ്മെന്റ്സോ, കൂടെയുള്ള ആൾക്കാരുടെ എന്ത് ചെയ്യാണ്, അതായത് അവരുടെ സൗന്ദര്യ അച്ചീവ്മെന്റ്സോ, അതല്ലെങ്കിൽ ഇതൊന്നും നോക്കിയിട്ട് വേണ്ട നിങ്ങൾ അവരെ ഇഷ്ടപ്പെടാനും, അവരെ സ്നേഹിക്കാനും, അവരെ സപ്പോർട്ട് ചെയ്യാനും. ഇന്നല്ലെങ്കിൽ നാളെ നന്നാവും. ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം, എല്ലാ ആളുകൾക്കും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം, ചില സംസാരത്തിലോ പ്രവൃത്തിയിലൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മൾ ഈ ഭൂമിയിൽ ദൈവങ്ങളായിട്ടല്ല ജനിക്കുന്നത്, മനുഷ്യന്മാരായിട്ടാണ് ജനിക്കുന്നത്, അല്ലെ? ദൈവങ്ങളായിട്ട് നമ്മൾ ജനിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, നമ്മളെല്ലാം തികഞ്ഞ ആൾക്കാരെന്ന് പറയാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാണ്, മനുഷ്യനായിട്ടാണ് ജനിക്കുന്നത്. ആയതുകൊണ്ട് എന്ത് ചെയ്യാണ്, സ്വാഭാവികമായിട്ടും നമുക്ക് ചെറിയ ചെറിയ മിസ്റ്റേക്സോ അല്ലെങ്കിൽ ചെറിയ ചെറിയ തെറ്റുകൾ സംഭവിക്കാം. പക്ഷെ അത് തന്നെയാവരുത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ചില ആളുകൾ ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ ആ വ്യക്തിയിലെ പ്രശ്നങ്ങളെ, പ്രോബ്ലംസിനെ, ആ വ്യക്തിയിലെ ഡിഫക്ട്സിനെ മാത്രം ഫോക്കസ് ചെയ്യും. അവിടെയാണ് ഈ പ്രശ്നം തുടങ്ങുന്നത്. എന്നാൽ ആ വ്യക്തിയുടെ നന്മകൾ കുറെ ഉണ്ടാവും, ആ വ്യക്തിക്ക് നന്മകൾ കുറെ ഉണ്ടാവും, ആ വ്യക്തിക്ക് കുറെ നല്ല നല്ല വശങ്ങൾ ഉണ്ടാവും. ഈ നല്ല വശങ്ങളെ നമ്മൾ നോക്കാനും കാണാനും പരിപോഷിപ്പിക്കാനും തയ്യാറായാൽ ആ വ്യക്തി നന്നാവും. അവരെന്ത് ചെയ്യും, ബാക്കി ചീത്തവശം ഇല്ലാണ്ടാവും. അപ്പൊ ചിന്തിച്ചോക്കൂ, ഈ റോസാപ്പൂ നമ്മൾ എന്ത് ചെയ്യാൻ, അതിന് മുള്ളുണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അത് തൊടാതെ പോവോ? ഇല്ലല്ലോ. ചക്ക ഒരു ഉദാഹരണം പറയാം, ഫുള്ള് മുള്ള. ചക്ക ഇല്ലാണ്ട് നമുക്ക് മലയാളിക്ക് നിൽക്കാൻ പറ്റൂല. എന്തുകൊണ്ടാ? എന്ന മാരത്തിന് ഒരു മനുഷ്യനാവുമ്പോ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാണ്, ചിലപ്പോ ചില സ്വഭാവങ്ങൾ, ചെറുതെന്തേലൊക്കെ എന്ത് പറഞ്ഞാലും ഇത് എന്നെ കുറിച്ചല്ല, താഴേക്കാന്ന് വിചാരിക്കുന്നത് അവനെ കുറിച്ച് മാത്രാട്ടോ. താഴേക്കല്ല, അവനെ കുറിച്ച് മാത്രമാണ്. നമുക്ക് പ്രത്യേകത, എന്ത് പറഞ്ഞാലും അപ്പൊ എന്ത് പറഞ്ഞാലും എന്ത് ചെയ്യുന്നു, ഓർഗൺ 2 നോക്കും. ഓക്കെ, എന്നെ കുറിച്ചാ പറയുന്നത് കേട്ടോ. അല്ല, ഇത് അവനെ കുറിച്ച് തന്നെ ചിന്തിച്ചാൽ മതി. നമ്മൾ മനസ്സിലാക്കേണ്ടത് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യണം. അതിനെ എന്ത് വേണം, നമ്മൾ ഹോൾഡ് ചെയ്യണം. ഒരു വിളക്ക് കത്തിച്ചു വെച്ചാൽ ഒരു കാറ്റടിച്ച ആ വിളക്ക് കെടരുതേ എന്ന് വിചാരിച്ച് നമ്മൾ എങ്ങനെ പിടിക്കുന്നോ അതുപോലെ നിങ്ങളെ റിലേഷൻഷിപ്പ് ബന്ധങ്ങളായി ടീമിനെ പിടിക്കണം. കൂടെയുള്ള ആൾക്കാരെ എന്ത് ചെയ്യണം, കെയർ ചെയ്യണം. കൂടെയുള്ള ആൾക്കാരെ മനസ്സിലാക്കണം. ഊണിലും ഉറക്കത്തിലും അവരെ കുറിച്ചുള്ള ചിന്ത വേണം. അതല്ലാണ്ട് സ്വാർത്ഥ മനോഭാവത്തോടു കൂടി അവർക്ക് വരുമാനം കിട്ടിയാലും ഇല്ലെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് വരുമാനം കിട്ടണമെന്ന് ചിന്തിക്കരുത്. നമ്മളെ കൂടെയുള്ള ആൾക്കാർക്ക് വരുമാനം ഉണ്ടോ, അവർക്കും എന്നെ പോലെ ഒരു ഫാമിലി ഉണ്ട്, അവർക്കും എന്നെ പോലെ ഒരു കുടുംബമുണ്ട്, എന്നെ പോലെ ഒരു ഫാമിലി ഉണ്ട്, അവർക്ക് എന്നെ പോലെ ഉത്തരവാദിത്വം ഉണ്ട്, അവർക്ക് എന്നെ പോലെ ചെലവുകളുണ്ട്, അവർക്കും ജീവിതത്തിൽ അത് സ്വപ്നങ്ങളുണ്ട്, അവർക്ക് ആ സ്വപ്നം ഇതൊക്കെ നേടാൻ വേണ്ടി നമ്മളെ കൂടെ ഈ ബിസിനസ്സിലേക്ക് വന്ന ആൾക്കാരാണ് അവര്. അവരുടെ ലൈഫ് എന്താണ്, വീക്കിലി എന്ത് വരുമാനം ഉണ്ടാക്കുന്നു, മന്ത്ലി എന്ത് വരുമാനം ഉണ്ടാക്കുന്നു, അവരെ കുടുംബം എങ്ങനെ പോകുന്നു, നമ്മളെ കൂടെയുള്ള ആൾക്കാർ കുടുംബം എങ്ങനെ പോകുന്നു, നമ്മൾ എന്ത് ചെയ്യണം, വീട്ടിൽ പോയി ചെക്ക് ചെയ്യണ്ട. പക്ഷെ അവർ വരുമാനം ഉണ്ടായി കൊടുത്താൽ ഓക്കെ ആവും. എന്നാൽ അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ കൂടെയുള്ള ആളുകൾക്ക് അടവുണ്ടാവും, അതുപോലെ തന്നെ പല ചെലവുകൾ ഉണ്ടാവും, പല പ്രശ്നങ്ങൾ ഉണ്ടാവും. അതൊന്നും നമ്മളെ ഏറ്റെടുത്ത് വീട്ടിൽ കൊടുക്കുന്നല്ല, അതിന് നല്ലൊരു ഇൻകം ഉണ്ടാക്കി കൊടുക്കണം നമ്മൾ എന്ന ചിന്ത നമുക്ക് എന്ന് വരുന്നോ അന്ന് നമ്മൾ സക്സസ് ആവും. കാരണം ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് ആ റിലേഷൻഷിപ്പിലൂടെ ഉണ്ടാവുന്ന ടീം അയാളെ കോടീശ്വരനാക്കും. അതാണ് കോർ ടീം എന്ന് പറഞ്ഞാൽ. അപ്പൊ നിങ്ങൾ എന്ത് വേണം, റിലേഷൻഷിപ്പ് എന്ത് ചെയ്യണം, ബിൽഡ് ചെയ്യണം. റിലേഷൻഷിപ്പിനെ ഒരു കാരണവശാലും ബ്രേക്ക് ആവരുത്. ബ്രേക്ക് ആവുക പറഞ്ഞാൽ അത് പൊട്ടരുത്. ചിലപ്പോ എല്ലാവരും നന്നാക്കാനും എല്ലാവരും നല്ലതും
എല്ലാവരും നമ്മളെ കൂടെ നിൽക്കുക. അതല്ലേ പറയണത്. ചിലപ്പോ ചില ആളുകൾക്ക് എന്ത് വില്ലങ്ങത്തരം കാട്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, വേണ്ട നടപടി എടുക്കേണ്ടി വരും. പക്ഷെ നമ്മൾ കാരണം ഒരാൾ വില്ലനാവരുത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? നമ്മൾ കാരണം എന്ത് ചെയ്ത് ഒരാൾ വില്ലനാവരുത്. നമ്മൾ കാരണം ഒരാൾക്ക് എന്ത് ചെയ്ത് യാതൊരുവിധ ഒരു കോട്ടം സംഭവിക്കരുത്. നല്ല രീതിയിൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്താൽ നിങ്ങൾക്ക് ഈ ബിസിനസ്സിനകത്ത് വിജയിക്കാൻ വലിയ വിദ്യാഭ്യാസം വേണ്ടേ, വലിയ അറിവ് അതും ഇതൊന്നും വേണമെന്നില്ല. റിലേഷൻഷിപ്പിനെ ഹോൾഡ് ചെയ്യാൻ, അതിശക്തമായി ഫീൽഡിൽ വർക്ക് ചെയ്യാൻ. അതായത് ഇപ്പൊ നമ്മളെ വീക്ക് സൈഡ് ആണ് വെച്ചോളൂ. വീക്ക് സൈഡിൽ ഒരു വ്യക്തി ശക്തമായിട്ട് എന്ത് ചെയ്യുന്നില്ല, ഇപ്പൊ ക്ലോസിംഗ് ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പോയി അവിടുന്ന് വേണ്ട രീതിയിൽ ബിസിനസ് ആയില്ല വിചാരിച്ചാൽ നമ്മളെ സ്വഭാവത്തിനോ രൂപത്തിനോ ഒന്നും വരരുത്. കൂടുതൽ എന്ത് ചെയ്യണം, കൂട്ടിപ്പിടിക്കണം അയാളെ. കുഴപ്പമില്ലാന്ന് അടുത്ത നാളെ ഉണ്ടാവും. എന്ത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യം? ഒരു മീറ്റിങ്ങിന് ചെന്നു, നമ്മൾ മീറ്റിംഗ് വിളിച്ചു, ആള് കുറഞ്ഞു അല്ലെങ്കിൽ ആളില്ല, നമ്മൾ എടുക്കാൻ പോയി, നമ്മൾ എന്താ പറയണ്ടേ? ഇതിനേക്കാളും വലിയ കാര്യങ്ങളാണ് ഞാൻ പണ്ടുണ്ടായത്. ഒരു മീറ്റിംഗ് അല്ല ആളില്ലാത്തുള്ളൂ, എനിക്ക് ഒരുപാട് മീറ്റിംഗ് ആളില്ലാത്തുണ്ടായിട്ടുണ്ട്. എന്തിനാ ടെൻഷൻ അടിക്കുന്ന ആവശ്യം? ഒരു ചായ പിടിക്കാന്ന് പറഞ്ഞ ചായയും പരിപ്പോടി വാങ്ങിക്കൊടുത്താണ്ടല്ല, പരിപ്പോടാണെന്നല്ല, പരിപ്പോടിന്റെ മാർക്കറ്റ് പോയി ഉള്ളിവടായാലും കുഴപ്പമില്ല. അപ്പോ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇങ്ങനെയൊക്കെ റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക. എനിക്ക് എന്റെ അനുഭവം പറയാം. നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബിസിനസ്സിനകത്ത് വിജയിക്കാൻ സാധിക്കും. റിലേഷൻഷിപ്പ് 100% അഡ്ജസ്റ്റ്മെന്റുകളിലൂടെ മാത്രമാണ്. റിലേഷൻഷിപ്പ് 100% കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നതിലൂടെ ഒരു ബന്ധങ്ങൾ ഉണ്ടാവില്ല. കുറ്റങ്ങൾ കണ്ടുപിടിക്കുകയും കുറ്റപ്പെടുത്തലുകൾ ശീലമാക്കുകയും പഴയ കാര്യങ്ങൾ മാത്രം എടുത്തു പറയുകയും ചെയ്യുന്ന ആളുകൾക്ക് ഒരിക്കലും റിലേഷൻ ഉണ്ടാക്കില്ല. ഈ വർത്തമാനം നിർത്തുക. ഈ കഴിഞ്ഞ 6 മാസം മുമ്പ് ബുധനാഴ്ച ഇന്നത് ചെയ്തില്ലേ? കഴിഞ്ഞ ആഴ്ച ഇതല്ലേ പറഞ്ഞത്? ഇന്ന് പറഞ്ഞാൽ എങ്ങനെ ഒരു റിലേഷൻ ഉണ്ടാക്കുക? പാസ്റ്റ് ഈസ് പാസ്റ്റ്. പഴയ പേജ് മറയ്ക്കാൻ തയ്യാറാവാത്തിടത്തോളം കാലം പുതിയ പേജ് ഓപ്പൺ ആവില്ല. പുതിയ പേജ് ഓപ്പൺ ആവാത്തിടത്തോളം കാലം നിങ്ങൾക്ക് പുതിയൊരു കാര്യം എഴുതാനും പറ്റൂല. ശരിയല്ലേ? എന്ന മാതിരി തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ റിലേഷൻഷിപ്പ് പറയും. അപ്പോ ഈ ബിസിനസ്സിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യണം. കാരണം എന്തുകൊണ്ടാണ് നമ്മളെ കൂടെ വലിയ സ്വപ്നങ്ങളും വലിയ ലക്ഷ്യങ്ങളും ഒക്കെ ആയിട്ട്, സ്വപ്നങ്ങളും അതുപോലെ തന്നെ ആയിട്ട് വന്ന ആൾക്കാര് പിന്നെ കാണാതെ ആവുന്നത്? അതിന്റെ ഒരു മെയിൻ റീസൺ, നമ്മളെ കൂടെ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല. അതെന്ത് ചെയ്യണം? താല്പര്യം ഉണ്ടാക്കണം. ഇന്ന് മുതൽ നമ്മളെല്ലാവരും അങ്ങനെ ചെയ്യും. ഞാൻ ഉൾപ്പെടെ അത് ചെയ്യണം. കാരണം വരുമാനം ഇല്ലെങ്കിലും നമ്മളെ വിട്ടുപോകാൻ തോന്നരുത്. ഞാൻ വരുമാനം ഇല്ലാതെ അതല്ല പറഞ്ഞോ. പക്ഷെ മോഹൻലാൽ പറയില്ലേ, എന്തോ ആളുകൾക്ക് എന്നെ ഇഷ്ടമാണ് എന്ന് പറയില്ലേ? എന്ന മാതിരി നിങ്ങൾ ടീമിന് അങ്ങ് ഒടുക്കത്തെ ഇഷ്ടമാവണം. നിങ്ങളൊക്കെ വരുമ്പോ, നിങ്ങളെ കാണുമ്പോ തന്നെ അവർക്ക് എന്തുണ്ടാ പറയണം, ഒരു രോമാഞ്ച കഞ്ചുകമാവണം. ക്ലിയർ? ഇപ്പല്ലേ നമ്മളെ ഓരോരോ ആളുകൾ കണ്ടില്ലേ, ഇൻഫ്ലുവൻസ് ചെയ്യാന്ന് പറയും അല്ലേ? ഒന്നിച്ച് നോക്ക് നിങ്ങള്. ഒരു ഇന്ന നടന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞാല് അല്ലെങ്കിൽ ഇന്ന വ്യക്തി വരുന്നുണ്ടെന്ന് പറഞ്ഞാല് അവിടെ ആൾക്കാർ തടിച്ചുകൂടല്ലേ? അത് ഇൻഫ്ലുവൻസ് ചെയ്യാണ്. അയാളുടെ സ്വഭാവത്തോടെ ഇൻഫ്ലുവൻസ് ചെയ്യാണ്. നമ്മൾ നല്ല ഇൻഫ്ലുവൻസേഴ്സ് ആവണം. ഇപ്പൊ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കണ്ടില്ലേ? നിങ്ങള് ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ലേ? എന്ന രീതിയിൽ നിങ്ങൾ ടീമിനകത്ത് ഇൻഫ്ലുവൻസ് ചെയ്യണം. അതിന് നിങ്ങൾ എന്തൊരു പേപ്പറും പെന്നെടുക്കുക. എന്നിട്ട് നിങ്ങൾ ആദ്യം നിങ്ങളെ ഭാര്യയോട് ചോദിക്കാം, ഓക്കെ എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ എന്റെ സ്വഭാവത്തിൽ ചോദിക്കുക. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് പോരും കുറെ സാധനങ്ങൾ. ഓക്കെ, ഇത് ഭാര്യമാര് കേൾക്കുന്നുണ്ടെങ്കിൽ ഇതൊരു അവസരമായിട്ട് എടുക്കണ്ട. ഓക്കെ, എന്നാലും എന്ത് ചെയ്യാ, എന്നാലും ഒന്നിങ്ങോട്ട് എഴുതുക. അതുപോലെ തന്നെ ടീമിന് നമ്മൾ ഈ ടീമിനകത്ത് റിലേഷൻ ബിൽഡ് ചെയ്യണമെങ്കിൽ ടീമിന് നമ്മളുടെ കുറ്റങ്ങൾ നമ്മളെ മുഖത്ത് നോക്കി ടീമിന് പറയാനുള്ള അവസരം ഏത് ലീഡർക്ക് ഉണ്ടാവുന്നോ ആ ലീഡറാണ് ടീമിനകത്ത് എന്ത് ചെയ്യുക, ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്ന, നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പോകുന്ന ലീഡറായിട്ട് മാറുക. എന്റെ പ്രശ്നം എന്നോട് പറയാൻ എന്റെ ടീമിന് കഴിഞ്ഞില്ലെങ്കിൽ ഞാനൊരു നല്ല ലീഡർ അല്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതിനുള്ള സ്പേസ് ഞാൻ കൊടുത്തില്ലെങ്കിൽ ഞാൻ നല്ല ലീഡർ അല്ല. അതിനുള്ള സ്പേസ് ടീമിന് കിട്ടിയിട്ടില്ലെങ്കിൽ അവർ ഓട്ടോമാറ്റിക് ആയിട്ട് എന്റെ പ്രശ്നങ്ങൾ എന്നോട് പറയാൻ, നാട്ടുകാരോട് പറയാൻ നടക്കും. അപ്പോൾ ഞാൻ അറിയില്ല, ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യാണ്, അവർ പതുക്കെ വിട്ടുപോകും. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാം, നിങ്ങള് ടീമില് നിങ്ങളെ കൂടുതൽ ആളുകൾക്ക് നിങ്ങളോട് പറയാൻ പറ്റില്ല, സാറേ നിങ്ങൾ അന്നാ പറഞ്ഞില്ല, അങ്ങനെ പറഞ്ഞില്ല, അത് ശരിയല്ല എന്ന് പറയുമ്പോ ആണോ അത് ആണോ എന്ന് ചോദിച്ച് എന്ത് ചെയ്യാണ്, ആണല്ലേ എന്നാ പറയണ്ടേ, ഞാനത് അറിയില്ലായിരുന്നു, ഇത്രയും ദിവസം ലേറ്റ് ആയത് എന്ന് പറയുമ്പോ നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്യാ, വീണ്ടും അത്തരം കാലം ആവർത്തിക്കാതിരിക്കും. എന്നാൽ അത് പറയാനുള്ളൊരു സാഹചര്യം, അത് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നമ്മൾ ടീമിനകത്തുള്ള ആളുകൾക്ക് എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് അവർക്ക് പറയാൻ പേടിയോ
അല്ലെങ്കിൽ പറയാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അവർ നമ്മോട് പറയില്ല, വേറെ ആൾക്കാരോട് പറയും. അവർ പതുക്കെ പതുക്കെ നമ്മളിൽ നിന്ന് എന്ത് വിട്ടുപോകും. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാതെ റിലേഷൻ ബിൽഡ് ചെയ്യാം. സ്വപ്നങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല ആൾക്കാർ നിർത്തിപ്പോണത്. സ്വപ്നങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല ആളുകൾ ഇന്ന് വിട്ടുപോകുന്നത്. സ്വപ്നങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല ചില ആൾക്കാർ എന്ത് ചെയ്യുന്നത് ബിസിനസ് ചെയ്യുന്നത്. വർക്ക് ചെയ്യാനുള്ള ഒരു നല്ല സ്പേസ് ഇല്ലാത്തത് കൊണ്ടാണ്. വർക്ക് ചെയ്യാനുള്ള നല്ലൊരു ഇടം, വർക്ക് ചെയ്യാനുള്ള നല്ലൊരു ക്യാരക്ടർ ഉള്ള ഒരു ടീം, ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. കാരണം ഈ ബിസിനസ് നിങ്ങൾ ചിന്തിക്കുന്ന മാതിരി അപാര റിസ്ക് ഉള്ള കാര്യം എന്നല്ല. ഒരു മല മറിക്കുന്ന പണിയൊന്നും ഈ ബിസിനസ്സിനകത്ത് ഇല്ല. അതൊക്കെ നമ്മൾ തോന്നലാണ്. നമ്മൾ എന്ത് ചെയ്യാം, നല്ല രീതിയിൽ ക്ഷമയോടുകൂടി നല്ല റിലേഷൻഷിപ്പിനെ ബിൽഡ് ചെയ്തുകൊണ്ട് ഒരു വലിയ ടീമിനെ ഹോൾഡ് ചെയ്യാൻ സാധിച്ചാൽ ഒരു 2-3 ആൾക്കാർ സാധിച്ചാൽ മതി. കാരണം എന്താ, നമ്മളെ കൂടുതൽ ആൾക്കാരല്ലേ നമുക്ക് ആളുകളെ കൊണ്ടുതരുന്നത്. യെസ് ഓർ നോ? അല്ലെ, നമ്മളെ കൂടുതൽ ആൾക്കാരാണല്ലോ നമുക്ക് ആളുകളെ കൊണ്ടുതരുന്നത്. അപ്പൊ നമ്മളെ കൂടുതൽ ആളുകൾക്ക് നമ്മളിലേക്ക് കൂടുതൽ നമ്മൾ ടീമിലേക്ക് ആളുകളെ കൊണ്ടുവരാനും ഇതിനകത്ത് നിന്നാൽ വിജയിക്കുമെന്ന പ്രതീക്ഷ അവർക്ക് ഉണ്ടാവാനും ഒക്കെ എന്ത് ചെയ്യണം, നമ്മളെ റിലേഷൻഷിപ്പ് വലിയ കാരണം. ഇപ്പൊ പലപ്പോഴും എന്ത് ചെയ്താണ്, നിങ്ങൾ എന്ത് ചോദിക്കും, ടീം ആളുകൾ വിളിച്ച ആളുകൾ വരാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, ടീമിനൊപ്പം ആളുകൾ ചേരുന്നില്ല, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം വെച്ച ആളുകളില്ല, അല്ലെങ്കിൽ എന്ത് ചെയ്യും NDA വെച്ച ആളുകളില്ല, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ ട്രെയിനിങ് വെച്ച ആളുകളില്ല, അതല്ലെങ്കിൽ ഇങ്ങനെ എന്ത് കാര്യമാണെങ്കിലും വിളിച്ച ആൾക്കാർ വരുന്നില്ല. എന്തുകൊണ്ടാ? അവര് നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നില്ല. നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാത്തതുകൊണ്ടാ. അപ്പൊ നമുക്കറിയാം, ചില ആളുകൾ ജോയിൻ ചെയ്താൽ അവർ വിളിച്ചാൽ കുറെ ആൾക്കാർ എന്ത് ചെയ്യും, വരും മീറ്റിങ്ങിന്. ചില ആൾക്കാർ വിളിച്ചാൽ ആരും വരില്ല. എന്താ കാരണം? റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ടാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബിസിനസ്സിനകത്ത് നമുക്ക് എല്ലാം ഇതിനകത്ത് ഉണ്ട് അല്ലെ. പണം, സമ്പത്ത് ഉണ്ടാക്കാം. അതുപോലെ തന്നെ എന്ത് ചെയ്യാണ്, നമുക്ക് നല്ല ഹെൽത്ത് ഉണ്ടാക്കാം. അതുപോലെ തന്നെ നല്ല വെൽത്ത് അല്ലെ, സമ്പത്തും ഹെൽത്തും, അതുപോലെ തന്നെ നല്ല സോഷ്യൽ സ്റ്റാറ്റസ് അല്ലെ, അതുപോലെ തന്നെ നമുക്ക് ലക്ഷറി ലൈഫ്, അതുപോലെ തന്നെ നമ്മൾക്ക് നല്ല ലക്ഷറി കാറുകള്, ലക്ഷറി വീടുകൾ. ഇപ്പൊ ചിന്തിച്ചു നോക്കിയ യുവാക്കളാണ് ഇപ്പൊ ഡയറക്റ്റ് ഈ ബിസിനസ്സിനകത്ത് യുവാക്കളാണ് ഇന്ന് എന്ത് ചെയ്യുന്നത്, വലിയ രീതിയിൽ വലിയ സക്സസ് ഉണ്ടാക്കുന്നത് യുവാക്കളാണ്. കാരണം 18 വയസ്സുള്ള ആൾക്കാരാണ് ഇപ്പൊ 2,10,000 വീക്കിലി വാങ്ങുന്നത് നമ്മളെ കേരളത്തിൽ ഇഷ്ടം പോലെ. അതുപോലെ തന്നെ അങ്ങനെ കുറെ ആൾക്കാർ. അപ്പൊ ഇതൊക്കെ കാരണം എന്താ, ഇന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, യൂത്ത് സംസാരിക്കുന്ന, യൂത്ത് ഇടപഴകുന്നൊക്കെ ഭയങ്കര വേറൊരു വൈബാ. അതിനേക്കാളുപരി ഇനി വരാൻ പോകുന്ന തലമുറ എന്ന് പറഞ്ഞാൽ ഹൈ ബ്രില്യന്റ് ആയ ആൾക്കാരാ, ഭയങ്കര ബ്രൈറ്റ് ആയ ആൾക്കാരാ വരാൻ പോണത് ടെക്നോളജിക്കകത്ത്. അതുപോലെ തന്നെ അവര് വേറെ ലെവൽ ആൾക്കാരാ വരാൻ പോണത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ പഴയ രീതിയിലുള്ള കാഴ്ചപ്പാടുകൾ കെട്ടിപ്പിടിച്ചിട്ട് നിന്ന് കഴിഞ്ഞാൽ, പണ്ട് ഇപ്പൊ ചിന്തിച്ചു നോക്കി നിങ്ങള്, പണ്ട് അച്ഛൻ, അമ്മ അല്ലെങ്കിൽ രക്ഷിതാക്കള്, ഫാദർ ആൻഡ് മദർ എന്ന് പറഞ്ഞ സിസ്റ്റം എങ്ങനെയാണ്, മകൻ ഫാദറെ കണ്ട പുത്ര വിട്ടുകൂടെ പോലെ അങ്ങനെയൊക്കെ ആയിരുന്നു. ശരിയാണല്ലോ? ഇന്ന് അച്ഛനും മകനും എടാ പോടാ ബന്ധാ അല്ലേ. പണ്ട് എങ്ങനെയായിരുന്നു? പണ്ട് അങ്ങനെയല്ലല്ലോ. പണ്ട് വാപ്പ നിൽക്കുന്നുണ്ട്, ഞാൻ ഈ കൂടെ പോട്ടെ, വാപ്പ നിൽക്കണ്, ഞാൻ ഇങ്ങനെ പോട്ടെ. ഒരു കാര്യം വേണം, വാപ്പയുടെ കാര്യം വേണമെങ്കിൽ എന്ത് ചെയ്യണം, ഒരു 10 അടി മാറി എന്ന്, വാപ്പ ഇന്ന കാര്യങ്ങളുണ്ട് എന്നിട്ട് അത് അങ്ങനെയൊക്കെ ആയിരുന്നു അല്ലെ. അച്ഛ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, എന്താ നിങ്ങളെ അഭിപ്രായം? അപ്പൊ അച്ഛൻ നോക്കട്ടെ. ഞാനല്ലേ, ഈ ഒരു കാഴ്ചപ്പാടായിരുന്നു പണ്ടൊക്കെ ഉണ്ടായിരുന്നത് അല്ലേ. പക്ഷെ ഇന്ന് ഒരു സ്കൂട്ടറിലൊക്കെ പോകണം, അച്ഛനും മോനാ പോണ അല്ലെങ്കിൽ വാപ്പയും മോനാ പോണെന്ന് പറയില്ല. അത്രയും റിലേഷൻഷിപ്പ് അങ്ങനെയാണ്, ഏടാ പോടാ ബന്ധാണ് അല്ലേ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ഇപ്പൊ എന്റെ മോളൊക്കെ അമ്മേനെ ഹായ് എന്താണ് അമ്മേനെ ഓരോ സംസാരവും ഓരോ പെരുമാറ്റം കണ്ട ഒരു അമ്മയും മോളാണെന്ന് പറയില്ല, ആ സുഹൃത്ത് ബന്ധം മോളിലാണ്. അപ്പൊ എന്നാ പണ്ട് അങ്ങനെയല്ല, എന്റെ ചേച്ചി എന്റെ അമ്മ അങ്ങനെയല്ല. അതായത് പണ്ടത്തെ കാഴ്ചപ്പാട് അങ്ങനെയല്ല. അപ്പൊ കാലഘട്ടം മാറി, ബിസിനസ് രീതി മാറി. നമ്മളെ കൂടെയുള്ള ആൾക്കാരെ നമ്മൾ എന്ത് വേണം, കൂട്ടിപ്പിടിക്കാൻ പഠിക്കണം. കൂടെയുള്ള ആൾക്കാരെ നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ സാധിക്കണം. എന്നാൽ ശക്തവും വ്യക്തമായ നിലപാട് വേണം താനും. നല്ല നിലപാട് വേണം. ചില കാര്യങ്ങൾ അത് പാടില്ല, അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല. എല്ലാത്തിനും കൂടെ നിൽക്കണം, എല്ലാ കുതികളിലേക്ക് നിൽക്കണം അല്ല പറഞ്ഞത്. വ്യക്തവും ശക്തവുമായ നിലപാട് വേണം. വേണ്ടാത്തത് വേണ്ടാന്ന് തന്നെ പറയണം. പക്ഷെ നമ്മൾ എന്ത് വേണം, നമ്മൾ നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യണം. ചിരി റിലേഷൻഷിപ്പിന് വലിയ ഘടകമാണ്. ചിരി, നല്ല പ്ലസന്റ് ആയ ഫേസ്, നല്ല ചിരി. നമ്മൾ ഒരു ലീഡർ വരുന്നത് പറഞ്ഞാൽ തന്നെ അവർക്ക് മനസ്സിന് ഭയങ്കരമായ സന്തോഷം വേണം, ഹാപ്പിനെസ്. അതെന്ത് വേണം, നമ്മളുടെ ഹാപ്പിനെസ് സംസാരിക്കാതെ മറ്റൊരാൾക്ക് ഫീൽ ചെയ്യണമെങ്കിൽ അത് ത്രൂ ഔട്ട് നമ്മള് ഫേസിൽ കാണുന്ന ചിരിയിലൂടെ മാത്രമാണ്. അല്ലാണ്ട് വേറെ എങ്ങനെയാണ്? നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ചിരിക്കാതെ വെക്കരുത്. ഇയാൾ പറഞ്ഞില്ലേ, ഒരു
ഒരു 30-40 സെക്കൻഡ് നമ്മൾ സ്ഥലത്തിരുന്ന് കഴിഞ്ഞാൽ തൊട്ടടുത്ത ആളായിട്ട് പരിചയപ്പെടണം. തൊട്ടടുത്ത് പരിചയപ്പെട്ട് നല്ല ബന്ധം ഉണ്ടാക്കണം. അതാണ് അല്ലെങ്കിൽ അതാണ് മാർക്കറ്റിംഗിന് പറയുന്നത്. അങ്ങനെയാണല്ലോ. ചില ആൾക്കാർ നമ്മൾ ബിസിനസ് ചെയ്യുന്ന പല ആൾക്കാർ എന്ത് ചെയ്യാൻ മിണ്ടാതിരിക്കും ചില ആൾക്കാർ. അതൊന്നും ചെയ്യരുത്. നല്ല ചിരി, അതുപോലെ തന്നെ എന്ത് ചെയ്യാണ് നമ്മളെ കൂടെയുള്ള ആൾക്കാരെ. ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നിങ്ങളെ കൂടെയുള്ള ലീഡേഴ്സിനെ, അത് ഇനിയിപ്പോ ഇപ്പൊ ജോയിൻ ചെയ്തു ഒരാളെ ഉള്ളു വിചാരിക്കുക, എന്നാലും ഒന്ന് ഇരുത്തിയിട്ട് ഒരു ചായം കുടിച്ച് നമ്മളെ കൂടെയുള്ള ആളെ ചോദിക്കുക അവരോട് എന്തൊക്കെയാണ് ആവശ്യങ്ങള്. ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾ ഒന്ന് ഇരുത്തി, ഒരു കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൗൺസിലിംഗ് അല്ല ഉദ്ദേശിച്ചത്. ഒന്ന് ഇരുത്തിയിട്ട് നിങ്ങൾ ചോദിക്കുക എന്താണ് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്ന് പറയും. നിങ്ങളുടെ ഓർഗ് 1 ഓർഗ് 2 10 പേരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ആ ആവശ്യങ്ങൾ എന്ത് ചെയ്യാണ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇറങ്ങി തിരിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടും, അവർ രക്ഷപ്പെടും. അവരുടെ കാര്യം അന്വേഷിച്ചല്ലോ എന്റെ ലീഡർ എന്നുള്ള ആ ചിന്ത ഉണ്ടാവും. അതിലൂടെ റിലേഷൻഷിപ്പ് ഉണ്ടാവും. അതാണ് വലിയ റിലേഷൻഷിപ്പ്. അതും എന്ത് ചെയ്യണം, അതൊക്കെ നമ്മൾ ചെയ്യണം. റിലേഷൻഷിപ്പ് ബിൽഡിങ്ങിനകത്താണ് ഈ ബിസിനസ് എന്ത് ചെയ്യുന്നത് ഡെവലപ്പ് ചെയ്തു പോണത്. അത് നിങ്ങൾ സീരിയസ് ആയിട്ട് മനസ്സിലാക്കാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വിജയിക്കാൻ പറ്റില്ല. നമുക്കറിയാലോ, നമ്മളൊരു ടീമിനെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ ആള് വരുന്നില്ല, വേറെ ആള് വിളിച്ചു കഴിഞ്ഞാൽ ആള് വരും. അപ്പോ അതിന്റെ ഡിഫറൻസ് എന്താ, നമ്മളെ കയ്യിൽ ഇപ്പൊ എന്തോ മാറാനുണ്ട്. ക്ലിയർ? അപ്പോ ഞാനിത് പറയുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാല്, എപ്പോഴും യാഥാർത്ഥ്യം പറഞ്ഞിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരാളെ പഠിപ്പിച്ചാൽ. അതല്ല എല്ലാരും എപ്പോഴും സുഖിപ്പിച്ചുകൊണ്ട് ഒന്നും നേടാൻ നമുക്ക് എന്ത് സാധിക്കില്ല, ഒന്നും പഠിപ്പിക്കാൻ സാധിക്കില്ല, ഒന്നും അറിയിക്കാൻ സാധിക്കില്ല. എല്ലാവരും എല്ലായ്പ്പോഴും സുഖിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഓട്ടോമാറ്റിക് ഒരാൾ ഇല്ലാണ്ടായി പോണത്. ഒരാള് ഇല്ലാണ്ടായി പോണത് അയാളെ സുഖിപ്പിക്കൽ മാത്രം ആയതുകൊണ്ടാ. അയാള് യാഥാർത്ഥ്യം തിരിച്ചറിയാനും തിരിച്ചറിയിപ്പിക്കാനും ഒക്കെ നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യാനും ഒരു വ്യക്തി വിജയിക്കും. നമ്മളെ കുറിച്ച് മാറേണ്ട കാര്യം അത് എങ്ങനെ പറഞ്ഞാലും അതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരാൾക്കാണ് മാറാൻ സാധിക്കുക. മാറ്റം എന്ന് പറയുന്നത് സിമ്പിൾ അല്ല, പക്ഷെ അത് വേദനാജനകമാണ്. അതാണ് നോ പെയിൻ നോ ഗെയിൻ എന്ന് പറയുക. വേദന ഇല്ലാണ്ട് വിജയമില്ല. അപ്പൊ നമ്മളെ ചേഞ്ചസ് നമ്മളെ ചേഞ്ച് ചെയ്യുക എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, വലിയ വേദന ഉണ്ടാക്കും. പക്ഷെ ആ വലിയ വേദന ഉണ്ടാക്കുമെങ്കിലും അത് താൽക്കാലികമാണ്. നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഉൾക്കൊണ്ടാൽ താൽക്കാലികമാണ്, നമുക്ക് ഹൈ സക്സസ്ഫുൾ പെട്ടെന്നാവാൻ പറ്റും. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നല്ല റിലേഷൻഷിപ്പ് എന്ത് ചെയ്യണം, ബിൽഡ് ചെയ്യണം. ആളുകൾ നമ്മൾ ടീമിനകത്ത് നിന്ന് നമ്മളെ കൂടെ നിലനിൽക്കാത്തതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ വരുമാനമില്ലാത്തത്, മീൻസ് സ്വപ്നങ്ങൾ ഇല്ലാത്തതുകൊണ്ടല്ല, ഡ്രീം ഇല്ലാത്തതുകൊണ്ടല്ല, അവർ ശക്തമായിട്ട് പ്രവർത്തിക്കാൻ തയ്യാറല്ലാത്തതുകൊണ്ടല്ല. ഏതെങ്കിലുമൊക്കെ സമയത്ത് നമ്മുടെ വാക്കുകൾ അവരെ ഹേർട്ട് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ അവരെ കൂട്ടിപ്പിടിക്കുന്നില്ല. സ്വാർത്ഥ ഡയലോഗോ സ്വാർത്ഥ ചിന്തകളോ സ്വാർത്ഥമായിട്ടുള്ള ഒരു കാര്യമുണ്ട് എന്ന് അവർക്ക് തോന്നുകയാണ്. അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് വിജയിക്കാൻ പറ്റില്ല. സ്വാർത്ഥത ഒരാളെ നശിപ്പിക്കും. ഈ സ്വാർത്ഥത എന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ ആവും, പക്ഷെ അത് ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, ഒരാളെ നശിപ്പിക്കും. സ്വാർത്ഥത അല്ല ഇന്ന് ആവശ്യം. അതാണ് ഇന്ന് കോമ്പറ്റീഷന്റെ കാലഘട്ടം പോയി കൊളാബറേഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഒന്നിച്ച് നിൽക്കാന്ന് പറഞ്ഞത്. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യുക, സ്വാർത്ഥതൊക്കെ വിട്ട് നമ്മളെ കൂടെയുള്ള ആൾക്കാരെ വിജയിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ഇന്ന് ചിന്തിച്ചു നോക്കിയേ, നിങ്ങൾ ഇന്ന് നിങ്ങളെ കൂടെയുള്ള ആൾക്കാരെ ഒന്ന് വിളിച്ചിരുത്തിയിട്ട് കഴിഞ്ഞ മാസത്തെ ഇൻകം എന്ത്, അതിന് മുന്നത്തെ മാസത്തെ ഇൻകം എന്ത്, അടുത്ത മാസം നിങ്ങളെ ലൈഫ് മുന്നോട്ട് പോകണമെങ്കിൽ അടവും അതുപോലെ തന്നെ നിങ്ങൾ പല കാര്യങ്ങളും ഇതൊക്കെ പോകാൻ നിങ്ങൾക്ക് എന്ത് വരുമാനം വേണം എന്ന് ഒന്ന് ഇരുത്തിയിട്ട് അതിന് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം, നമുക്ക് ഉണ്ടാക്കാന്ന് പറയാം. ഞാൻ ഉണ്ടാക്കി തരാൻ പറയണ്ട, നമുക്ക് കൂടി എങ്ങനെ ഉണ്ടാക്കാം, അതിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇന്നാണ് ചെയ്യേണ്ടത്, അതിന് അങ്ങനെ ഒരു ഉണ്ടാക്കിയിട്ട് എല്ലാ 2 ദിവസം കൂടുമ്പോഴും ഇത് പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ എന്ന് പേപ്പറിലാക്കിയിട്ട് ബുക്കിലാക്കിയിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, അവർക്ക് എന്തെന്നില്ലാത്തൊരു ഇഷ്ടം നമ്മോടുണ്ടാവും. രണ്ടാമത്തെ കാര്യം, നമ്മൾ ചെറിയ പൈസ, എന്തെങ്കിലും ചില വാക്കുകള് അല്ലെങ്കിൽ ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അതൊക്കെ വിട്ടേക്കുക. അതൊക്കെ വിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ സ്ട്രോങ് ആയിട്ട് നമ്മളെ കൂടെ നിലനിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഒരു ഓർഗ് 1 ഓർഗ് 2 ഒരു 10 പേര് ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ തലമുറ രക്ഷപ്പെട്ടു പോയില്ലേ. ഒരാളാണ് രക്ഷപ്പെടുക, നമ്മൾ മാത്രമാണ്, നമ്മൾ തലമുറകളിലേക്ക് വരുമാനം വരില്ലേ. ഇത് നമ്മളുടെ ഓർഗ് 1 ഓർഗ് 2 നല്ലൊരു തോട്ട് ടീമിനെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വലിയ വളരാൻ പറ്റും. പക്ഷെ റിലേഷൻഷിപ്പ് വേണം. ചില ആളുകൾക്ക് ഒരു 6 മാസം 1 കൊല്ലത്തിന്റെ മേലൊന്നും ഒരു ബന്ധം ഉണ്ടാവില്ല, അപ്പോഴേക്ക് പുതിയ ആൾക്കാർ വരും.
ഒരു ലോങ് ടേം ബന്ധം ഉണ്ടോ അങ്ങനത്തെ ആളുകൾക്കാണ് ലോങ് ടേം റിലേഷൻ ബിൽഡ് ചെയ്യാൻ പറ്റുക. അപ്പൊ നമ്മളെ കൂടെ ഇന്ന് ജോയിൻ ചെയ്ത വ്യക്തി 10 കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ ടീം, നിങ്ങൾ ഡയമണ്ട് ആകുമ്പോൾ നിങ്ങൾ ടീമിനകത്ത് ഡയമണ്ട് ആയിട്ട് ആൾ വേണം എന്ന ചിന്ത വേണം. അതായത് നമ്മൾ ഒരാളെ സഹായിക്കാം എന്നുള്ള മനോഭാവത്തോടു കൂടി ഒരാളെ നിങ്ങൾ എന്ത് ചെയ്യണം, കാണണം. അല്ലാണ്ട് അയാളുടെ നിന്ന് എന്തൊക്കെ കിട്ടാൻ പറ്റുന്നു മാത്രം നോക്കിയിട്ട് എന്ത് ചെയ്യരുത്, നിങ്ങൾ ഒരാളായിട്ട് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യരുത്. ഈ ടീമിനകത്താണെങ്കിലും അങ്ങനെ ചെയ്യരുത്, ഈ ടീമിനകത്താണെങ്കിലും അങ്ങനെ ചെയ്യരുത്. നമ്മളെ കൂടെയുള്ള ആൾക്കാരെ ഡെവലപ്പ് ചെയ്യാൻ, രക്ഷപ്പെടുത്താൻ, എനിക്ക് എന്ത് സഹായിക്കാൻ അങ്ങോട്ട് പറ്റും എന്ന് ഏത് നിമിഷം തൊട്ട് ചിന്തിക്കുന്നോ ആ ചിന്ത എന്നും നിലനിർത്തുന്നോ അവർക്ക് ഇതിനകത്ത് വലിയ വിജയം ഉണ്ടാവും. കാരണം എന്താ അറിയോ, ആ ചിന്തയാണ് നമ്മളെ കൂടെയുള്ള ആളുകൾക്ക് ഉണ്ടാവുക. കാരണം ഈ ബിസിനസ് വാക്കുകൾ കൊണ്ട് ഒരാൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യില്ല. നമ്മളുടെ വാക്ക് കേട്ട് ഒരാൾ ഒരു കാര്യം ചെയ്യൂല, നമ്മളെ വാക്ക് കേട്ട് ഒരാൾ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവും. ഈ ബിസിനസ് 100% ആണ് ഒരാൾ കാണുന്നത്, ആ പ്രവൃത്തിയെയാണ് ഒരാൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഞാൻ സീരിയസ് ആയിട്ട് പറയാം, ഒരാള് നമ്മളുടെ വാക്കല്ല ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, നമ്മളുടെ പ്രവൃത്തിയാണ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. നിങ്ങൾക്കറിയില്ലേ, നിങ്ങളുടെ കൂടെയുള്ള പല ആൾക്കാരുടെയും പ്രവർത്തനം, വാക്കുകൾ, മീൻസ് അങ്ങനെയുള്ള സംസാര രീതി, ബോഡി ലാംഗ്വേജ്, പ്ലാൻ പ്രസന്റേഷൻ ഒക്കെ നിങ്ങളായിട്ട് ടച്ച് ഉണ്ടാവും. അത് നോക്കി നോക്ക് നിങ്ങള്. ഇപ്പൊ എന്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള, എന്റെ ഇമ്മീഡിയറ്റ് ലീഡറാണ് ആയിഷ മേഡം. ഉദാഹരണം പറയാം, ഞാൻ പറയുന്ന പല വാക്കുകളും, ഞാൻ എന്റെ പല സംസാരം, പല ആക്ഷൻ, പല ക്ലോസിംഗ് ടെക്നിക്കുകൾ, അതുപോലെ തന്നെ ഇത്തരം സാധനങ്ങളൊക്കെ എന്റെ ഏകദേശം ഡ്യൂപ്ലിക്കേറ്റ് വരുന്നുണ്ട്. കാരണം എന്നിൽ നിന്ന് പഠിച്ച എന്റെ സംസാര രീതി ഒക്കെ. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം, എന്റെ ബോഡി ലാംഗ്വേജോ ആക്ഷനിലൂടെ അതൊന്നും കാണിച്ചു കൊടുക്കാതെ, പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കാതെ, ഞാൻ വർത്താനം കൊണ്ടല്ല പഠിപ്പിച്ചത്, അതായത് നമ്മളെ കാണുകയാണ്. ക്ലിയർ? ഇപ്പൊ ഇസ്മായിൽ സാർ ഇസ്മായിൽ സാറിന് എന്ത് ചെയ്യാണ്, ശക്തമായ പ്രവർത്തനങ്ങൾ അല്ലേ. അതുപോലെ തന്നെ ആയിഷമ്മയുടെ NTC, സീലിംഗ് അച്ചീവർ, കാർ അച്ചീവർ. ഇതെന്താണ്, നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാണ്, അതാണ് ഡ്യൂപ്ലിക്കേഷൻ. അപ്പോ നമ്മൾ ടീം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവര് നമ്മളെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുമല്ലോ. അപ്പൊ അവർക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പാകത്തിന് ഞാൻ എന്റെ ലീഡർഷിപ്പ് ബിൽഡ് ചെയ്യണം. അതുപോലെ തന്നെ അവരെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പാകത്തിന് ഞാൻ മാറണം എന്ന ചിന്ത നിങ്ങൾക്ക് ഉണ്ടാവണം. ഞാൻ എങ്ങനെ അവരെ സഹായിക്കാം, എനിക്ക് എങ്ങനെ സഹായിക്കാൻ പറ്റും എന്ന ചിന്ത മാത്രമേ നിങ്ങൾ മനസ്സിനകത്ത് ഉണ്ടാവുള്ളൂ. ഉണ്ടാവുന്നതാണ് നമുക്ക് ഈ ബിസിനസ്സിനകത്ത് വിജയിക്കുക. ഇന്ന് നിങ്ങൾക്കറിയാം, ഒന്ന് സോഷ്യൽ മീഡിയ നോക്കൂ. സോഷ്യൽ മീഡിയയിൽ മുഴുവൻ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തിട്ട് വലിയ ബിസിനസ് കൊണ്ടുണ്ടാക്കുന്ന ആൾക്കാര്. ഇന്നൊരു സ്ഥാപനത്തിനകത്ത് മുതലാളി തൊഴിലാളി ഒന്നുമില്ല, ഒരു ടീമാണ്. ഇന്ന് അവരെന്താ പറയാ, ഞങ്ങൾ ടീം എന്നാ പറയാ, ശരിയല്ലേ? ഒരു സ്ഥാപനത്തിനകത്ത് അവർ പറഞ്ഞു ഞങ്ങൾ ടീം എന്നാ പറയാ. ഏത് സ്ഥാപനമാണെങ്കിൽ ഞങ്ങൾ ടീം എന്നാ പറയാ. അപ്പോ അതേമാതിരി തന്നെയാണ് നമ്മൾ ടീമാണ്. ഈ ഇൻഡസ്ട്രിയിലൂടെ ലക്ഷങ്ങളും കോടികളും മാസ വരുമാനം ചുരുങ്ങിയ സമയം 4-5 വർഷം ഉണ്ടാക്കാൻ പോകുന്ന ഒരു ടീമാണ് നമ്മൾ. അങ്ങനത്തെ ഒരു ചിന്ത നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത് ശക്തമായിട്ട് വർക്ക് ചെയ്താൽ ഈ ബിസിനസ്സിനകത്ത് നമ്മളെ കൂടെയുള്ള ആൾക്കാർ നിൽക്കും. നമ്മളെ കൂടെയുള്ള ആൾക്കാർ നിൽക്കുമ്പോ നമുക്ക് എന്തെന്നില്ലാത്തൊരു ആവേശം ബിസിനസ് ചെയ്യാൻ ഉണ്ടാവുകയും ചെയ്യും. ബൈനോക്കുലർ വെച്ച് കഴിഞ്ഞാലും അങ്ങേ അറ്റത്ത് പോലും ഒരാളെ കാണുന്നില്ലെങ്കിൽ നമുക്ക് എന്തോ മാറ്റം വരുത്താനുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ? അപ്പൊ ആയതുകൊണ്ട് പുതിയ ആൾക്കാരും നിലവിലെ ആൾക്കാരും ലീഡേഴ്സും ഞാനും നമ്മളെല്ലാവരും എന്ത് ചെയ്യണം, നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ ജസ്റ്റ് റിലേഷൻഷിപ്പിനെ ബിൽഡ് ചെയ്യാൻ ഹോൾഡ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബില് ഇങ്ങനെ പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ എന്ത് ചെയ്യാം, ഫോൺ എടുത്തിട്ട് എങ്ങനെ റിലേഷൻഷിപ്പിനെ ഉണ്ടാക്കാം, എങ്ങനെ റിലേഷൻഷിപ്പിനെ ബിൽഡ് ചെയ്യാം, ഒന്ന് മലയാളത്തിൽ ക്ലാസ് എന്ന് പറഞ്ഞാ പോരെ. ഈ ഭൂമി ഉണ്ടായിട്ട് ഇത്രയും എളുപ്പത്തിൽ ₹1 ചെലവില്ലാണ്ട് ഒരുപാട് കാര്യങ്ങൾ ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. പണ്ട് എന്തെങ്കിലും പഠിക്കണമെന്നുണ്ടെങ്കിൽ ലൈബ്രറി പോകണം, ബുക്ക് വാങ്ങണം, അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് ചോദിങ്ങള് അല്ലേ, അല്ലെങ്കിൽ ബുക്കുള്ള ആരുടെയും പോയിട്ട് കടം വാങ്ങിക്കൊണ്ടിരുന്ന. പക്ഷെ ഇന്ന് ഒരാൾക്ക് എനിക്ക് അറിയില്ല, എന്നെ കൊണ്ട് അറിയില്ല എന്ന് പറഞ്ഞാൽ അറിയില്ല എന്നല്ല, എന്നെ കൊണ്ട് സാധിക്കില്ല, ഞാൻ തയ്യാറില്ല എന്നർത്ഥം. കാരണം ഫുള്ള് ഫ്രീയാ. ഇനി എഴുത്തും വായന അറിയില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, നേരെ യൂട്യൂബ് വർത്താനം പറയാറിയല്ലോ, പറഞ്ഞാൽ മതി. ഇത് ചിന്തിച്ചു നോക്കി, അത്ര എന്ത് ചെയ്യാണ് ഇന്നത്തെ കാലഘട്ടം വളർന്നു. അപ്പൊ എനിക്ക് കഴിയില്ല, എനിക്കറിയില്ല എന്ന് പറഞ്ഞ് ഇന്ന് ആ പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല. ഞാൻ തയ്യാറല്ല എന്നാണ് അതിനർത്ഥം. കാരണം എന്താ, ഇന്ന് എന്തൊരാൾക്ക് പഠിക്കാനും ഒരാൾക്ക് മാറാനും ഉള്ള എല്ലാ സാഹചര്യങ്ങളും ഇന്നുണ്ട്. പഠിക്കാൻ, മാറാൻ.
ബുക്കില്ലാത്തതുകൊണ്ട് പണ്ട് ബുക്കില്ലാത്തതുകൊണ്ട് പഠിക്കാൻ പറ്റും, ഇന്ന് ബുക്ക് വേണ്ട, ഫോൺ മതി. മനസ്സിലായോ? അപ്പോ അങ്ങനത്തെ ഒന്നും കാഴ്ചപ്പാടിലേക്ക് പോകരുത്. ശക്തമായിട്ട് വർക്ക് ചെയ്യുക. വലിയൊരു ഇൻഡസ്ട്രി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഇൻഡസ്ട്രിയെ കൂട്ടിപ്പിടിച്ച് നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളൊക്കെ നേടാൻ അതിശക്തമായിട്ട് വർക്ക് ചെയ്യുക. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സ്വാർത്ഥ താല്പര്യത്തിന് കൂടി ടീമിനെ കാണരുത്. നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കണം. നിങ്ങളെ കൂടെയുള്ള ആളുകൾക്ക് നിങ്ങളെ ഒടുക്കത്തെ ഇഷ്ടമാവണം. ഇനി ഇഷ്ടപ്പെട്ടില്ല, വെറുക്കാതിരിക്കാനെങ്കിലും എന്ത് ചെയ്യണം, നമ്മൾ നോക്കണം. ഇനി ഇഷ്ടപ്പെട്ടില്ല വിചാരിക്കാൻ, എന്നാലും വെറുപ്പ് പറയാത്ത രീതിയിൽ എന്ത് ചെയ്യണം, നമ്മൾ നോക്കണം. റിലേഷൻഷിപ്പാണ് ഈ ബിസിനസിന്റെ ജീവനാടി. റിലേഷൻഷിപ്പാണ് ഈ ബിസിനസിന്റെ ജീവനാടി. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒന്ന് ചിന്തിച്ച് ചെയ്താൽ മതി. ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തി അയാളിൽ എന്തെങ്കിലും വേദന ഉണ്ടാക്കുവോ? ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തി അയാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുവോ? ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തി എന്ത് ചെയ്യാണ്, ശരിയാണോ എന്ന് പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ്, വാക്കുകൾ സംസാരിക്കുന്നതിന് മുമ്പ് ചിന്തിച്ചാൽ മതി. എന്നാൽ തന്നെ കുറെ പ്രശ്നം ഉണ്ടാവും. ചിന്തിച്ച് പ്രവർത്തിക്കാതിരിക്കുന്നതും എന്ത് ചെയ്യാണ്, ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നതും രണ്ടും തെറ്റാ അല്ലെ? അതായത് ചിന്തിച്ചുകൊണ്ട് പ്രവർത്തിക്കാതിരിക്കുന്നതും ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നതും രണ്ടും തെറ്റാ. അപ്പൊ ആയതുകൊണ്ട് എന്ത് വേണം, ഒന്ന് എന്ത് പറയുമ്പോഴും വാക്കുകൾ പറയുമ്പോഴോ പ്രവർത്തിക്കും, ഒന്ന് ചിന്തിച്ച് പ്രവർത്തിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ബിസിനസ്സിൽ നമുക്ക് വലിയ വിജയങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, സമയം കുറച്ച് കഴിഞ്ഞു പോയി. അത് ഒരു 6-7 മിനിറ്റ് ഞാൻ തുടക്കത്തിൽ എന്റെ കണക്ഷൻ റെഡി ആയില്ല, അതുകൊണ്ടാണ്. അപ്പൊ എനിവേ, നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ശക്തമായിട്ട് വർക്ക് ചെയ്യുക. വലിയൊരു ഇൻഡസ്ട്രി ഉണ്ട്. പണത്തിന്റെ കൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പണത്തിന്റെ കൂടെ, പണം മാത്രമല്ല, പണത്തിന്റെ കൂടെ നല്ലൊരു പേരും പെരുമയും നല്ല നിങ്ങളെ ജീവന തുല്യം ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരും കൂടി നിങ്ങളെ കൂടെ വേണം. വെറും പണം മാത്രമല്ല വേണ്ടത്. ക്ലിയർ? അങ്ങനെ ഉണ്ടാവുമ്പോഴാണ് ആ പണത്തിന് ഒരു മൂല്യം ഉണ്ടാവുള്ളൂ, ആ പണത്തിന് രസം ഉണ്ടാവുള്ളൂ. അപ്പൊ ആയതുകൊണ്ട് എന്ത് ചെയ്യുക, നല്ല റിലേഷൻ ബിൽഡ് ചെയ്യുക, ടീമിനെയൊക്കെ കൂട്ടിപ്പിടിക്കുക, ശക്തമായിട്ട് വർക്ക് ചെയ്യുക, കൂടെയുള്ള ആൾക്കാരുടെ ആവശ്യങ്ങൾ ചോദിക്കുക, അത് ഡയറിയിലാക്കുക, ശക്തമായിട്ട് അവരുടെ കൂടെ ഇറങ്ങുക. രാവിലെ ഒരു 8 ഈ ഹൈഫ്ലൈസ് കഴിയുന്നതോടുകൂടി ഇറങ്ങുക. ഒരു 12 മണിക്കൂർ സ്ഥിരം വർക്ക് ചെയ്യുക. 12 മണിക്കൂർ സ്ഥിരം വർക്ക് ചെയ്യുക. ഒരു ദിവസം മാത്രമല്ല, ടീമിനകത്ത് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്ന വ്യക്തി ആരാ ചോദിച്ചു കഴിഞ്ഞാൽ ആ ലീഡർ ആയിരിക്കണം, നിങ്ങൾ ഓരോരുത്തരായിരിക്കണം. ക്ലിയർ? അങ്ങനെ തന്നെ ആയിരിക്കണം. ഫോട്ടോ ഒക്കെ ഇടുക, ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്ന ഇറങ്ങുന്ന ഫോട്ടോ ഇടുക. നമ്മൾ ഇതാ ടുഡേ വർക്ക് സ്റ്റാർട്ട് എന്ന് ഇടുക. ആ ഒരു ടീം മോട്ടിവേറ്റ് ആവട്ടെ. ടീം വീട്ടിലിരിക്കുന്ന ആളുകൾ, അയ്യോ എന്റെ ലീഡർ ഇറങ്ങിയല്ലോ, നീ ഇറങ്ങട്ടെ എന്നുള്ള ചിന്ത വരണമെങ്കിൽ അത് ഇടണം. ടുഡേ വർക്ക് സ്റ്റാർട്ട്, ഗോയിങ് ടു ഇന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ലൈവ് ആവട്ടെ, അവരെന്ത് ചെയ്യാ, കാണട്ടെ. ഓക്കെ. അപ്പൊ എനിവേ, നിങ്ങൾക്ക് വലിയ വിജയം ഉണ്ടാവട്ടെ. നാളെ മറ്റൊരു ലീഡർ മറ്റൊരു സബ്ജക്റ്റ് ആയിട്ട് രാവിലെ വരും. ഈ രാവിലത്തെ ക്ലാസ്സിൽ അത് നല്ല പ്രൊമോഷൻസ് കൊടുക്കണം ഹൈഫ്ലൈസിനകത്ത്. കാരണം എന്താ, നിങ്ങളുടെ പല ഏരിയകളിൽ 10-20 കിലോമീറ്റർ പല സ്ഥലങ്ങളിലുള്ള ടീമുകളെ ഒരേ സമയത്ത് ഒരു കാര്യം പഠിപ്പിച്ചെടുക്കാൻ ഇതല്ലാണ്ട് വേറെ മാർഗമല്ല. ഒരേ സമയത്ത് ഒരു കാര്യം ഒരുപോലെ എല്ലാവരും പഠിച്ചു കഴിഞ്ഞാൽ അതാണ് ടീമിന്റെ യൂണിറ്റി എന്ന് പറയും. ആയതുകൊണ്ട് രാവിലത്തെ ഈ ക്ലാസ്സിലേക്ക് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ മുഴുവൻ ടീം മെമ്പേഴ്സും പങ്കെടുത്ത് ഉറപ്പുവരുത്തുക. ഓക്കെ. അപ്പൊ എനിവേ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾക്ക് വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ. സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു.